എന്നതായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നവനായതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന സ്വീകരിച്ചില്ല, എനിക്കത് തടഞ്ഞു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാവുക എന്നത് പ്രവാചകന്റെ പ്രവചനമാണ്. ആ പ്രവചനം പുലർന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ പ്രവാചകനാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത്തരം ഭിന്നിപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ, സമൂഹത്തിൽ അങ്ങനത്തെ ഒരു ഫിത്നയ്ക്ക് നമ്മൾ സാക്ഷികളാകുമ്പോൾ, മനമടുത്ത് ഷണ്ഡീകരിക്കപ്പെട്ട് ഉൾവലിഞ്ഞ് ഞാനിനി ഒന്നിലേക്കുമില്ല എന്ന് പറഞ്ഞ് സ്വയം ഉരുകി വേദനിച്ച് കഴിയുക എന്നതല്ല അത്തരം പരീക്ഷണങ്ങളിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിലൂടെ അതിന്റെ 2-3 വചനങ്ങളിൽ അല്ലാഹു പറഞ്ഞു, അഹസിബന്നാസു അൻ യഖൂലു ആമന്നാ അഹസിബന്നാസു അൻ യുത്രകു, ജനങ്ങളെ വെറുതെ വിടുമെന്ന് അവർ വിചാരിക്കുന്നുവോ? അവർ ആമന്ന എന്ന് പ്രഖ്യാപിച്ചാൽ വഹും ലാ യുഫ്തനൂൻ, ഒരു ഫിത്നയും അവർ സാക്ഷിയാവാതെ അവരെ വെറുതെ വിടും ഈമാൻ പ്രഖ്യാപിച്ചാൽ എന്ന് അവർക്ക് തോന്നുന്നുവോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, പൂർവകാല സമൂഹത്തിനും ഞാൻ ഫിത്ന ഇറക്കിയിട്ടുണ്ട്, വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്തരം ഫിത്നകൾ വരുമ്പോൾ അല്ലാഹു എന്താണ് പരീക്ഷിക്കുന്നത്? ഫലയഅലമന്ന അല്ലാഹുല്ലദീന സദഖു, സത്യം പറയുന്നവരെ അല്ലാഹുവിന് കിട്ടണം. വലയഅലമന്നൽ കാദിബീൻ, നുണ പറയുന്നവരെയും അല്ലാഹുവിന് ലഭിക്കണം. ഒരു ഭിന്നിപ്പുണ്ടാകുമ്പോൾ, ഒരു ഫിത്ന ഇറങ്ങുമ്പോൾ, ഒരു അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങളിൽ പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ശരിയും തെറ്റും കൂട്ടിക്കുഴച്ച് സത്യത്തെ മറച്ചു വെക്കുന്ന ഒരു വിഭാഗവും, എന്നാൽ സത്യത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കക്ഷിയും അവിടെ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അത്തരം ഒരവസ്ഥ വന്നാൽ എന്തു ചെയ്യണം? നിങ്ങൾ 2 കൂട്ടരും ഭിന്നിപ്പിന്റെ കക്ഷികളാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ 2 കൂട്ടരുടെയും കൂട്ടത്തിലില്ല, ഞാൻ ഒന്നിലുമില്ല എന്ന് പറഞ്ഞ് നിലപാട് പ്രഖ്യാപിക്കുകയല്ല വേണ്ടത്. ഭിന്നിപ്പിലെ നിലപാട് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വകൂനു മഅസ് സ്വാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കണം എന്നതാണ്. അപ്പൊ അവിടെ ഒറ്റപ്പെട്ടു പോവുക എന്നതല്ല, സമൂഹത്തിൽ സത്യകക്ഷികളെ തെരഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ആ സത്യകക്ഷികളുടെ കൂടെ നിൽക്കുക എന്ന നിലപാട് ഭിന്നിപ്പിലെ നിലപാടായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഒന്നിലേക്കുമില്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയുന്ന ഒരു നിലപാട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മുനാഫിക്കുകളുടെ നിലപാടാണ്. ലാ ഇലാഹ ഹൗലായി വലാ ഇലാഹ ഹൗലായി, അവരുടെ കൂടെയുമില്ല ഇവരുടെ കൂടെയുമില്ല. മുദദ്ദബീന ബൈന ദാലിക, ഇതിനിടയിൽ ഇളകിയാടി ആനുകൂല്യം പറ്റി ചിലപ്പോഴൊക്കെ സർവമത സത്യവാദം ഉന്നയിച്ച് അതും ശരി ഇതും ശരി എന്ന് പറഞ്ഞ് നിലപാടിൽ വ്യക്തതയില്ലാതെ മുന്നോട്ട് പോവുക എന്നത് ഭീകരമായ ഒരു തെറ്റായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിനാലുള്ളതാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോകരുടെയും പരിപാലകനാൽ വന്നു കിട്ടിയതാണ് ഈ വേദഗ്രന്ഥവും അതിന്റെ സന്ദേശവും. അതുകൊണ്ട് തന്നെ ലാ യഅ്തീഹിൽ ബാത്തിൽ, അതിന് യാതൊരു നിലക്കുമുള്ള അർത്ഥശൂന്യതയും ബാത്തിലായ ഒന്നും ദീനുൽ ഇസ്ലാമിൽ കയറിക്കൂടുകയില്ല. തമ്മത്ത് കലിമത്തു റബ്ബിക്, നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള കലിമത്ത് ഇതാ പൂർണ്ണമായിരിക്കുന്നു. സിദ്ഖൻ വഅദ്ല, അത് പരിപൂർണമായും സത്യസന്ധമാണ്, നീതിയുക്തമാണ്. ഇനി അതിലേക്ക് മനുഷ്യരുടെ വക കടത്തിക്കൂട്ടുകയോ മനുഷ്യരുടെ ഒരു ഇടപെടലിന്റെ ആവശ്യമോ ഒന്നുമില്ലാത്ത വിധം പരിപൂർണമായും വിശുദ്ധതയും സ്വച്ഛതയും നിലനിൽക്കുന്നതും അതോടൊപ്പം പൂർണ്ണ നീതി കരഗതമാക്കുന്നതുമായ ഒന്നാണ് നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുള്ള ഈ സന്ദേശമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. ലാ മുബദ്ദില ലികലിമാതിഹി, അല്ലാഹുവിന്റെ കലിമാത്തുകളിൽ ഇനി നിങ്ങളുടെ ഒരു മാറ്റത്തിരുത്തലുകൾക്ക് ഇനി ഇടമില്ല. വഹുവ സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവിൽ നിന്നാണ് ഈ ദീന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ദീനിൽ അള്ളാഹു ഒരു കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ അത് ഹലാലാണ്, ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അത് ഹറാമാണ്.
അള്ളാഹു ദീനിൽ ഒരു കാര്യം തൗഹീദാണെന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. അള്ളാഹു ഒരു കാര്യം ഷിർക്കാണെന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്. പിന്നെ നമ്മുടെ വക ഷിർക്കിന് കട്ടി കൂട്ടുകയും അതല്ലെങ്കിൽ ഷിർക്കിന്റെ കട്ടി കുറക്കുകയും തൗഹീദിന്റെ കട്ടി കൂട്ടുകയും തൗഹീദിന്റെ കട്ടി കുറക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം വാനലോകങ്ങളെ പടച്ച സൃഷ്ടാവ്, രാവിനെയും പകലിനെയും സംവിധാനിച്ച സൃഷ്ടാവ്, ഹേമന്തവും സീമന്തവും വസന്തവും കൈമാറി തന്ന സൃഷ്ടാവ്, ശൈത്യവും ഉഷ്ണകാലത്തെയും നമുക്ക് പകർന്നു നൽകിയ സൃഷ്ടാവ്, വിളവെടുപ്പിനെയും ക്ഷാമത്തെയും ക്ഷേമത്തെയും നൽകിയ സൃഷ്ടാവ്, ഇവിടുത്തെ രാവിനെയും പ്രഭാതത്തെയും പ്രദോഷത്തെയും നമുക്ക് നൽകിയ സൃഷ്ടാവ്, ഈ പ്രപഞ്ച സൃഷ്ടിപ്പിനെ എത്ര സന്തുലിതമായി വ്യവസ്ഥപ്പെടുത്തിയോ ആ സന്തുലിതമായി വ്യവസ്ഥപ്പെടുത്തിയ സൃഷ്ടാവിൽ നിന്ന് വന്നു കിട്ടിയ ദീനിൽ അതിൻ്റെ പരിപൂർണമായ സന്തുലിതത്വമുണ്ട്. ഇനി അതുകൊണ്ട് ഒരാളും അതിലേക്ക് അവനവന്റെ വക കൂട്ടിപ്പറയാനും കുറച്ചു പറയാനും നിൽക്കേണ്ടതില്ലാത്ത വിധം അള്ളാഹുവിന്റെ ദീന് ഭദ്രമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അടിമയും ദൂതനുമായ പ്രവാചകൻ പോലും പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഖുൽ മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, എൻ്റെ വകയായി അള്ളാഹു തന്ന ഈ ദീനിൽ ഒരു മാറ്റത്തിരുത്തലിനുമുള്ള സാഹചര്യമില്ലാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നു. എനിക്ക് പോലും അതിന് അധികാരമില്ല ഈ ദീനിൽ എൻ്റെ വക ഒന്ന് കൂട്ടി പറയാം. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹു റസൂലുള്ളയെ ഭീഷണിപ്പെടുത്തി, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, നിനക്ക് തോന്നുന്നത് നമ്മുടെ പേരിൽ നീ പറഞ്ഞുണ്ടാക്കിയാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, നമ്മുടെ വലത് കൈകൊണ്ട് നിന്നെ ഞാൻ പിടികൂടും. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, നിന്റെ കൊരവള്ളി ഞാൻ അറുത്തു കളയും, ജീവനാടി ഞാൻ മുറിച്ചു കളയും, കൊന്നുകളയുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഭീഷണിപ്പെടുത്തുന്ന സ്വരം സൂറത്തുൽ ഹാഖയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രത്തോളം പടച്ച റബ്ബിൽ നിന്നുള്ള ഒരു വേദഗ്രന്ഥം അള്ളാഹു ചോദിക്കുന്നുണ്ട്. അംലഹും ശുറകാഉ, നിങ്ങൾക്ക് പങ്കാളികളുണ്ടോ? ശറഉ ലഹും മിനദ്ദീൻ, ദീനിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ, ദീനിൽ സ്വന്തം വക നിയമങ്ങൾ എഴുതി ചേർക്കാൻ നിങ്ങൾ പങ്കാളികളെ സ്വീകരിക്കുകയാണോ? മാലം യഅ്ദൻ ബിഹില്ല, അതിനുള്ള അനുമതി ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടില്ല. എന്നാൽ പൂർവകാല മതക്കാരിൽപ്പെട്ട ചില ആളുകളുടെ പ്രവണതയെ അള്ളാഹു വിമർശിച്ചു. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അവരിലേക്ക് വന്ന മതപണ്ഡിതന്മാരെയും മതപുരോഹിതന്മാരെയും അള്ളാഹുവിന് പുറമെ അവർ റബ്ബുകളായി സ്വീകരിച്ചു. ഈ ആയത്തിന്റെ തഫ്സീറിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ദീനിലേക്ക് അതിനെ പ്രതിനിധാനം ചെയ്ത് പഠിപ്പിക്കാൻ വന്ന പുരോഹിതന്മാരും പാതിരിമാരും അവരുടെ വകയായി ഇത് ഹലാലാണ്, അപ്പൊ സമുദായം ഓക്കെ ഞങ്ങളും സ്വീകരിച്ചു. ഇത് ഹറാമാണ്, അപ്പൊ സമുദായം ഞങ്ങളും അത് ഹറാമായി അംഗീകരിച്ചു. പടച്ച റബ്ബിന് പുറമെ പാതിരി പുരോഹിതന്മാരെ ഹലാലും ഹറാമുമായി പ്രഖ്യാപിക്കുമ്പോഴേക്ക് അതിന്റെ പ്രമാണം പരിശോധിച്ചു നോക്കാതെ അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുന്ന നിലപാട് അള്ളാഹുവിന് പുറമെ റബ്ബുകളെ സ്വീകരിക്കുന്ന തിന്മയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. അർബാബൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ റബ്ബുകളെ സ്വീകരിക്കുക. അള്ളാഹു മാത്രമാണ് കൈകാര്യകർത്തൃത്വത്തിന് അധികാരമുള്ളവൻ, അള്ളാഹു മാത്രമാണ് നിയമനിർമ്മാണത്തിന് അധികാരമുള്ളവൻ. ആ അള്ളാഹുവിന്റെ നിയമനിർമ്മാണാധികാരത്തിൽ ഈ മതത്തിലേക്ക് ഹലാല് ഹറാമുകളെ തീരുമാനിച്ചുകൊണ്ട് തൗഹീദ് ശിർക്കിനെ അവനവരുടെ വകയായി വെച്ചുകെട്ടി പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാൻ ഒരാൾക്കും അധികാരമില്ല. അത്തരം അധികാരം സ്വയം ചമഞ്ഞെത്തുന്ന പുരോഹിതന്മാരെ വകവെച്ചു കൊടുക്കുകയും അതിന് പിൻബലം കൊടുക്കുകയും ചെയ്യുന്നത് ആ മതപണ്ഡിതന്മാരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളായി സ്വീകരിക്കുന്ന തിന്മയാണ് എന്നതാണ് പൂർവകാല സമൂഹത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംർ, നമ്മുടെ കൽപ്പന പ്രകാരമുള്ള ഒരു മതനിയമം നിനക്ക് ഞാൻ നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. ഫത്തബിഅഹ, അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള ഓരോരുത്തരും ജീവിക്കേണ്ടത്. വലാ തത്തബിഅ അഹ്വാഅ അല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാതെ വിളിച്ചു പറയുന്നവരുടെ ദേഹേച്ഛകളെ
നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്ത് പിന്നാലെ പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ അതിശക്തമായി നമുക്കിവിടെ നിലപാട് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു നൽകിയ ശരീഅത്തിനെ അതേ ശരീഅത്ത് പോലെ സ്വീകരിച്ച് അതിലേക്ക് യാതൊരു മാറ്റത്തിരുത്തലും ആവശ്യമില്ലാത്ത വിധം ഭദ്രമാക്കിയ ആ ദീനിനെ സ്വീകരിച്ചാചരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദീനിന്റെ കൃത്യത പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെരുമാറേണ്ടത്. അള്ളാഹുവിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അള്ളാഹു പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. നിനക്ക് നമ്മിൽ നിന്നും ചില മാർഗദർശനങ്ങൾ വന്നു കിട്ടും. ആ മാർഗദർശനം വന്നു കിട്ടുമ്പോൾ രണ്ട് പ്രയോഗങ്ങളും കാണാം. നമ്മിൽ നിന്ന് വന്നു കിട്ടിയ ആ മാർഗദർശനത്തെ അതേപോലെ ആരാണോ ഫോളോ ചെയ്യുന്നത് അവർക്ക് ഒരു വിധത്തിലുമുള്ള ദുഃഖമോ പേടിയോ വേണ്ടതില്ല. അതോടൊപ്പം തന്നെ അവർക്ക് ഒരർത്ഥത്തിലുമുള്ള ആശങ്ക മരണാനന്തര ജീവിതത്തിൽ ആവശ്യമില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം നൽകുകയും നഷ്ടപ്പെട്ട സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അനുവദിക്കുകയും ചെയ്യുമെന്നതാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വേദഗ്രന്ഥത്തെ അതേപോലെ ഫോളോ ചെയ്യാനാണ് നമുക്കൊക്കെ ഉത്തരവാദിത്തമുള്ളത് എന്നത് പരലോകത്തിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമുക്ക് ഇസ്ലാമികമായ ചില ഭിന്നിപ്പുകളുടെ ചരിത്രം വായിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് ഒരു കൂട്ടർ രംഗപ്രവേശനം ചെയ്തു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് മുസ്ലിം സമുദായത്തിനിടയിൽ അന്തഛിദ്രത രൂപപ്പെടുകയും അവിടെ വഴക്കും വക്കാണവും മുളപൊട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അവരുടെ കൂട്ടത്തിൽപ്പെട്ടവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് ഛേദിച്ച് ഉരുണ്ടു തെറിച്ച ആ തലക്ക് അടുത്ത് ചെന്ന് തന്റെ കയ്യിലുള്ള അമ്പുകൊണ്ട് ആ തലയിൽ കുത്തി കാല് തലയിൽ കയറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി ഫീ സബീലില്ലാഹ്, ഞാൻ ഈ ചെയ്ത പ്രവർത്തനം അള്ളാഹുവിന്റെ ദീനിലെ ഒരു പുണ്യകർമ്മമായി ചെയ്തതാണ് എന്ന്. ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫയുടെ ശിരസറുത്തുകൊണ്ട് ആ വിഭാഗം ആളുകളും പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടിയാണ് എന്നതായിരുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രംഗപ്രവേശനം ചെയ്ത ഖവാരിജികൾ അവർ വിളിച്ചു പറഞ്ഞത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധികർത്തൃത്വത്തിനുള്ള അധികാരം അള്ളാഹുവിനുള്ളതാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്തപ്പോൾ ഇസ്ലാമിന്റെ നാലാം ഖലീഫ വിളിച്ചു പറഞ്ഞത് കലിമത്തു ഹഖ്ൻ ഉരീദ ബിഹൽ ബാത്തിൽ, ബാത്തിലിന്റെ കക്ഷികൾ സത്യത്തിന്റെ വാക്കും എടുത്തു പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷേ അവർ ഈ പറയുന്ന പ്രഖ്യാപനം കൊണ്ട് പടച്ച റബ്ബിലേക്ക് വിധികർത്തൃത്വത്തിനുള്ള അധികാരത്തെ നേടിക്കൊടുക്കുവാനുള്ള പരിശ്രമമല്ല, അവരുടെ ഉള്ളിൽ കുതന്ത്രമാണ് ഉള്ളത് എന്ന് ഭിന്നിപ്പിന്റെ കക്ഷികളെ ചൂണ്ടിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുകയുണ്ടായി. മനോഹരമായ വാക്കുകൾ, പദചമൽക്കാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കക്ഷികൾ സമൂഹത്തിൽ രംഗപ്രവേശനം ചെയ്യുക. കേൾക്കുമ്പോൾ തോന്നും ഇവർ മതത്തിന്റെ സംരക്ഷകരാണ്, ഇവർ തൗഹീദിന്റെ പടനായകരാണ്. പക്ഷേ ഇസ്ലാമിന്റെ അടിവേര് അറുത്തുകൊണ്ട് നിരവധി ഈ പൂർവകാല സലഫുകളെ മുശ്രിക്കുകളായി ചിത്രീകരിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആളുകളുടെ രംഗപ്രവേശനം എന്നത് നമുക്കുള്ള വിഷയാവതരണത്തിലൂടെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, ജഅദ് ബിൻ ദിർഹം ഹിജ്റ 124 രംഗപ്രവേശനം ചെയ്ത ഒരു വ്യക്തിയാണ്. അയാൾ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, മാ കല്ലമല്ലാഹു മൂസ തക്ലീമ മത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. മൂസ നബിയോട് അല്ലാഹു സംസാരിച്ചിട്ടില്ല, ഇബ്രാഹിം നബിയെ അല്ലാഹു കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടുമില്ല. അയാൾക്ക് നേരെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ രംഗത്ത് വന്നു. പരിശുദ്ധ ഖുർആനിൽ അടക്കമുണ്ട് കല്ലമല്ലാഹു മൂസ തക്ലീമ ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ആ ഖുർആനിന് വിരുദ്ധമായ വാക്കും പറഞ്ഞ് നിങ്ങൾ എന്താണ് ഈ പ്രത്യക്ഷപ്പെടുന്നത്? അയാൾ പറഞ്ഞു, എങ്കിൽ ആ ഖുർആനിക വചനം ഞാൻ അംഗീകരിക്കുകയില്ല, ഞാൻ അതിനെ സമ്മതിക്കുകയില്ല. ഇങ്ങനെ ഒരു പുത്തൻവാദവുമായി ഒരു സുപ്രഭാതത്തിൽ ജഅദ് ബിൻ ദിർഹം രംഗപ്രവേശനം ചെയ്തപ്പോ അന്ന് നാട് ഭരിച്ചിരുന്ന ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖുസരി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ഇയാളെ പിടികൂടി. അദ്ദേഹവുമായി ആശയ സംവാദത്തിൽ ഏർപ്പെടാൻ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തി. പക്ഷെ അയാളുടെ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും
മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ സ്വരം ഉണ്ടാക്കുകയും ആളുകൾക്കിടയിൽ പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ തന്റെ ആളുകളാക്കി മാറ്റുന്ന ഒരു നിലപാടെടുക്കുകയും ചെയ്തപ്പോൾ മഹാനായ അബ്ദുള്ള അൽ ഖുസരി, ഖാലിദ് ഇബ്നു അബ്ദുള്ള അൽ ഖുസരി എടുത്ത നിലപാട്, അതൊരു ബലിപെരുന്നാൾ ദിവസത്തിൽ അദ്ദേഹം ഈ പറയുന്ന മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിൽ ഫിത്നയുണ്ടാക്കാൻ രംഗപ്രവേശനം ചെയ്ത വ്യക്തിയെ പിടിച്ചു കെട്ടി. എന്നിട്ട് മുസ്ലിം സമൂഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഉളുഹിയ്യത്തിനെ നിങ്ങൾ അറുത്തുകൊള്ളുക. ഞാൻ ഇന്ന് അറുക്കുന്നത് ജഅദ് ബിൻ ദിർഹമിന്റെ തലയാണ്. കാരണം ഒരു മുസ്ലിം സമുദായത്തിലേക്ക് ഇതുപോലുള്ള ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ കൊണ്ടുവന്ന് നൂറുകണക്കിന് മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിലേക്ക് കൊണ്ടുപോയി നരകത്തിന്റെ വിറകുപള്ളികളാക്കി മാറ്റുന്ന ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ വെച്ചു പുറപ്പിക്കാൻ പാടില്ല എന്നതായിരുന്നു അക്കാലഘട്ടത്തിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ തണലിൽ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നിടത്ത് ആ ചക്രവർത്തിയെ അതിന് പ്രേരിപ്പിച്ചത്. മഹാനായ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാട് മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിലേക്ക് കൊണ്ടുപോകാത്ത വിധത്തിലുള്ള ജാഗ്രതയുള്ള ഒരു ഭരണകൂടത്തിന്റെ ഇടപെടലായി അതിനെ പ്രബലനം ചെയ്ത് പ്രശംസിച്ച് സംസാരിക്കുന്ന വരികൾ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മഹുള്ളയുടെ ഗ്രന്ഥശകലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരാൾ ഒരു ഭിന്നിപ്പിന്റെ സ്വരം എടുത്തു പറഞ്ഞ് പ്രമാണവിരുദ്ധമായ ഒരു ആശയവുമായി ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് അതിശക്തമായ തെറ്റാണ് എന്ന യാഥാർത്ഥ്യമാണ് ഈ ചരിത്ര സംഭവത്തിലൂടെ നമുക്ക് നൽകുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആവാ മുഹദിസ, ജനങ്ങൾക്കിടയിൽ ഒരു പുത്തൻ വാദവുമായി രംഗപ്രവേശനം ചെയ്യുന്ന വ്യക്തിക്ക് ആരെങ്കിലും അഭയം കൊടുത്താൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്നതാണ്. പടച്ച റബ്ബിന്റെ ശാപം കിട്ടും. പടച്ച റബ്ബിന്റെ ദീനിന് വിരുദ്ധമായ ഒരു പുത്തൻ ആശയം സമൂഹത്തിൽ വിളിച്ചു പറയുന്ന ആളുകൾക്ക് സപ്പോർട്ട് നൽകുന്നതും പിൻബലം നൽകുന്നതുമെന്ന് ഈ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബത്ത് പോലും ഒരക്ഷരം പോലും മാറ്റം വരുത്താത്ത വിധത്തിലുള്ള ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു മനുഷ്യൻ തുമ്മിക്കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറയുകയുണ്ടായി. ഉടനെ തന്നെ സ്വഹാബികൾ ഇടപെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ചൊല്ലാനാണ്. ആരാണ് നിന്നോട് പ്രവാചകന്റെ പേരിൽ അവിടെ സ്വലാത്ത് ചൊല്ലാൻ ആവശ്യപ്പെട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഇത്തരം പ്രവണതകൾ ദീനിൽ നിങ്ങൾ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് അതിശക്തമായി ഇടപെടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സമയത്ത് ആ നേരത്ത് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക എന്ന് പറയുന്ന പ്രാർത്ഥന. അതിന്റെ അവസാന ഭാഗത്ത് ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിറസൂലികല്ലദീ അർസൽത എന്ന് ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് ചാരത്ത് വെച്ച് പറയുകയുണ്ടായി. എന്നിട്ട് ചോദിച്ചു, ഞാൻ എങ്ങനെ പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ എന്ന്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്, എനിക്ക് ലഭിച്ച വഹയിലുള്ളത് ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയിക എന്ന വബിറസൂലിക എന്നല്ല. അതുകൊണ്ട് നീ വഹയായി ലഭിച്ച വബിനബിയികല്ലദീ അർസൽത, നീ നിയോഗിച്ച നബിയിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണമെന്നതാണ്. നബി എന്ന വാക്ക് മാറ്റി റസൂല് എന്ന് തിരുത്താൻ ശ്രമിച്ച അനുചരനോട് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുത്ത് എനിക്ക് ലഭിച്ച ഓരോ വാക്കും പറഞ്ഞു തന്നത് വഹി അനുസരിച്ചാണ്. എനിക്ക് പോലും അതിൽ മാറ്റം വരുത്താൻ അവകാശമില്ലെന്നിരിക്കെ അത് സൂക്ഷിക്കണമെന്ന് അനുചരന്മാരെ പഠിപ്പിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് കാണാം. അബൂ സഈദ് അൽ ഇസ്തഖരി റഹ്മഹുല്ലാഹ് ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ അതിനുശേഷം വെള്ളം കൊണ്ട് ശൗചം ചെയ്യണം. അത് ലഭിച്ചിട്ടില്ലെങ്കിൽ കല്ല് പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് ശൗചം ചെയ്യണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഒരു മനുഷ്യൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം അത് മലവിസർജനത്തിന് ശേഷം അവിടം കഴുകാൻ ഉപയോഗിക്കുക എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ലെന്ന്. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതൻ ചാടി എഴുന്നേറ്റ് അയാളുടെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞു, സിന്ദീഖ്, എടാ നിരീശ്വരവാദി, നിന്നെ പോലെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ ദീനിൽ റസൂലുള്ള പറഞ്ഞു എന്ന് ഞാൻ പറയുന്നിടത്ത് യുക്തിവാദം നിരത്തുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട്
വളരെ ധാർമ്മിക രോഷത്തോടുകൂടി ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പാണ്ടിലോറി കയറിയാൽ ചതയുന്ന തല ഉപയോഗിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ ദീനിൽ ഹുക്മ പറയുവാനും അതിൽ അവനാന്റെ അഭിപ്രായവും ഫത്വയും പറയാനും മതത്തിന്റെ കാര്യത്തിൽ ഒരാൾക്കും അധികാരമില്ല എന്നത് ഇസ്ലാം ധാരാളക്കണക്കിന് സംഭവങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ സമൂഹത്തിൽ ഒരുപാട് കക്ഷികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ കക്ഷികളുടെയൊക്കെ അള്ളാഹുവിന്റെ ദീനിനോടുള്ള കൂറും പൊരുത്തവും പ്രാമാണികതയും പരിശോധിച്ചുകൊണ്ട് വേണം നമ്മുടെ നിലപാട് സ്വീകരിക്കാൻ. നിലപാടില്ലാത്തവർ മുസ്ലിമീങ്ങളല്ല. ഒന്നുകിൽ മുസ്ലിമാണ് എന്ന് അംഗീകരിക്കണം, അല്ലെങ്കിൽ കാഫിറാണ് എന്ന് സമ്മതിക്കണം. ഇതല്ലാത്ത ഒരു നിലപാട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നൂറ്റാണ്ടുകാലമായി മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പതിനായിരങ്ങൾക്ക് ലക്ഷ്യബോധം നൽകി ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് തൗഹീദിന്റെ ഇസ്ലാഹിന്റെ തീരത്തേക്ക് വഴി നടത്തിയ സാത്വികരായ പൂർവ്വസൂരികൾ നട്ട് നനച്ചു വളർത്തിയുണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തിൽ ആ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഭിന്നിപ്പും പിളർപ്പും ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരം പിളർപ്പുകളും ഭിന്നിപ്പുകളും ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ച് കാതുകൊടുക്കുവാനും പഠിക്കുവാനും ശ്രദ്ധിക്കുവാനും നാം ഒരുങ്ങേണ്ടതുണ്ട്. ഇവിടെ ജിന്ന് വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഹാസ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പലപ്പോഴും ഒരു വിഭാഗം ആളുകൾ തൗഹീദിന്റെ സംരക്ഷകരായി സമൂഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞവരുണ്ട് എന്ന് ആദ്യം പറയുകയും പിന്നീട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്നവർ ഒരു വിഭാഗമുണ്ട് എന്ന് പറയുകയും പിന്നീട് അതും മാറ്റി ഭൗതിക സഹായം തേടാമെന്നാണ് വാദം എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുകയും പിന്നീട് വിമർശനങ്ങൾ രൂക്ഷമായപ്പോൾ ഭൗതിക സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് പറയുന്നവർ ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട മിമ്പറുകളും പരിപാവനമായ മിമ്പറുകളും പ്രസംഗ പീഠങ്ങളും ദുരുപയോഗം ചെയ്ത് ഒരുമിച്ച് ഒരു സ്വപ്പിൽ നിന്ന് നമസ്കരിക്കുന്ന മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പിന്റെ മുള പൊട്ടിച്ച് വാപ്പയെയും മക്കളെയും പരസ്പരം തമ്മിലടിപ്പിച്ച് മഹല്ലുകളെ അങ്ങേയറ്റം കണ്ണീര് കുടിപ്പിച്ച് ഒരുപാട് ഏകദൈവ വിശ്വാസികളായ മനുഷ്യരെ ബഹുദൈവ വിശ്വാസികളായി ജിന്നു പൂജകന്മാരും ജിന്നിനോട് ആരാധിക്കുന്നവരുമായി മുദ്രകുത്തി അതിശക്തമായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂര പ്രവർത്തനങ്ങൾക്ക് കേരളക്കര സാക്ഷിയായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായത് എന്ന് മനസ്സിലാവാതെ നമ്മുടെ നിലപാടിനെ കരുത്തുറ്റതാക്കുവാനും ശക്തമായ നിലപാടിൽ നിലകൊള്ളുവാനും നമുക്കൊരിക്കലും സാധിക്കുകയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സർവമത സത്യവാദത്തിന്റെ ആളായി ഇങ്ങനെ ഒന്നുമില്ല എല്ലാത്തിലും ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും നമുക്കുണ്ടാവുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരു പിൻബലം ഒരു സപ്പോർട്ട് കൊടുക്കുന്നിടത്ത് പോലും പിഴച്ചു പോയാൽ 4 ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏത് കക്ഷികൾക്കാണ്, ഏത് വിഭാഗത്തിനാണ്, ഏത് ആശയധാരക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത്, ആ സപ്പോർട്ട് കൊടുക്കുന്നതിൽ പിഴച്ചാൽ 4 ശിക്ഷകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ പ്രസ്ഥാനം വളരെ മനോഹരമായി സമസ്തയുടെ ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കി മക്ബറക്കും ജാറങ്ങൾക്കും മേൽ കമഴ്ന്നു കിടന്നിരുന്ന ഒരു സമുദായത്തെ രക്ഷപ്പെടുത്തി വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാംസ്കാരികമായും വിശ്വാസപരമായും വളർത്തി കൊണ്ടുവന്നുകൊണ്ട് മനോഹരമായി നമ്മുടെ ദൗത്യം നിർവഹിച്ച് കേരളക്കരയിൽ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് നമ്മുടെ പ്രസ്ഥാനത്തിൽ 2002 ഒരു പിളർപ്പുണ്ടായത്. ആ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ മുജാഹിദ് കേരളം കരഞ്ഞ ഒരു പിളർപ്പായിരുന്നു അത്. അങ്ങേയറ്റത്തെ വിഷമം നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു. എന്തിന്റെ പേരിലാണ് ഇത് പിളരുന്നത് എന്നോർത്ത് ഈ പ്രസ്ഥാനത്തെയും ആദർശത്തെയും സ്നേഹിക്കുന്നവർ വിങ്ങിപ്പൊട്ടിയിട്ടുണ്ട്. രാവിന്റെ യാമങ്ങളിലും ഇരുളിന്റെ മറവുകളിലും അവരുടെ കൈകൾ ആകാശത്തേക്ക് ഉയർന്നിട്ടുണ്ട്. വേദന നിറഞ്ഞ നാളുകൾ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശരിയും തെറ്റും അതിന്റെ സ്വീകാര്യതയും സത്യസന്ധതയും സമസ്തയുടെ മുന്നിൽ അങ്ങേയറ്റം സംശയത്തിന്റെ നിഴലിൽ നിന്ന് പോയ ഒരു കാലഘട്ടമായിരുന്നു അത്. പക്ഷേ ഈ പിളർപ്പിന്റെ ഉത്തരവാദികളായ ആളുകൾ പിന്നീട് ഇതിൽ എന്തിനാണ് പ്രസ്ഥാനത്തെ പിളർത്തിയത് എന്നതിന് കാരണങ്ങൾ തിരയുക സ്വാഭാവികമാണ്. കൂടെ നിൽക്കുന്ന അണികളുടെ ചോദ്യം പ്രത്യേകിച്ച് വരുമ്പോ ഇന്ന കാരണങ്ങളാലാണ്
ഞങ്ങൾ പിളർന്നത് എന്ന് പറയേണ്ടി വരും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അത്തരം ഒരു ഘട്ടത്തിൽ ഇവിടെ ഒരു സമസ്ത പുരോഹിതൻ രംഗപ്രവേശനം ചെയ്തു. അദ്ദേഹം ഒരു ദുർബലമായ ഹദീസും കൊണ്ടാണ് രംഗത്ത് വന്നത്. എന്നിട്ട് പറഞ്ഞു, യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് ആണ് ഞങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ അമ്പിയാക്കളെയും മരണപ്പെട്ടു പോയ ഔലിയാക്കളെയും വിളിക്കുവാനും തേടുവാനുമുള്ള തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. അങ്ങനെ പറഞ്ഞ് രംഗത്ത് വരികയും ശിർക്കിന് തെളിവുണ്ടാക്കുകയും ചെയ്ത് യാ ഇബാദല്ലാഹ് എന്ന ദുർബലമായ ഹദീസിനെ കേരളക്കരയിലേക്ക് ആദ്യം കൊണ്ടുവന്നത് ഇവിടെ ഇവർ ജിന്ന് വിഭാഗമെന്ന് പരിഹസിച്ച് വിളിക്കുന്നവരൊന്നല്ല, ശിർക്കിന് തെളിവുണ്ടാക്കി നടക്കുന്ന സമസ്ത പുരോഹിതന്മാരാണ്. അവർ കൊണ്ടുവന്ന ഈ തെളിവിനെ അവർ നിരത്തുമ്പോൾ സ്വാഭാവികമായും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിന്റെ വസ്തുത വിശദീകരിക്കുവാൻ നിർബന്ധിതരാവുക എന്നത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് തുറക്കൽ ജബ്ബാർ മൗലവി, അബ്ദുൽ ജബ്ബാർ മൗലവി അതിന് മറുപടി എഴുതിയത്. അദ്ദേഹം ആ ഹദീസിൽ വന്ന 2 പദപ്രയോഗങ്ങളെ വിശകലന വിധേയമാക്കി. അതിൽ വന്നത് ഇബാദല്ലാ തറൗനഹും, കണ്ണ് കാണാത്ത അടിമകൾ എന്നതാണ്. മറ്റൊന്ന് ഹാളിറൂൻ, ഹാജറുള്ളവർ എന്നതാണ്. ഹാജറുള്ള കണ്ണ് കാണാത്ത അടിമകൾ എന്നത് ഒരിക്കലും മരണപ്പെട്ടു പോയ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കുമുള്ള പ്രയോഗങ്ങളല്ല, മറിച്ച് കണ്ണ് കാണാത്ത അടിമകൾ എന്ന് പറയുന്നത് മലക്കുകളും ജിന്നുകളൊക്കെ അതിന് പെടുള്ളൂ. നിങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ വിളിക്കാൻ ഇത് തെളിവല്ല എന്ന് അതിന് മറുപടി പറയുകയും ചെയ്തു. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്, അങ്ങനെയാണെങ്കിൽ ഈ ഹദീസ് പ്രകാരം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളയെ പോലെയുള്ളവർ അവിടെ ഇതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ദുർബലമാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ ഇതനുസരിച്ച് അമൽ ചെയ്ത അഹ്ലുസുന്നയുടെ ഇമാമുസുന്ന എന്നറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ അടക്കമുള്ള പണ്ഡിതന്മാർ, ഇമാം ഷാഫിയുടെ ഉസ്താദ് അടക്കമുള്ളവർ ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഈ നിങ്ങളുടെ വാദപ്രകാരം എന്താണ് ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടി എന്നതാണോ നിങ്ങൾ പറയുന്നത്? സ്വാഭാവികമായും പിന്നെ പറഞ്ഞു, അവിടെ മണ്ടേരിയോ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഓടി വരണേ, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പരിധിയിൽ ആ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതും ആ വിളിയിൽ പ്രാർത്ഥനയില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളയൊന്നും ശിർക്ക് ചെയ്തിട്ടില്ല എന്നതിന് മറുപടി പറയുകയും ചെയ്തു. കാരണം അവർ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് വിചാരിച്ചിട്ടാണ് അമൽ ചെയ്തത്. അത് അമൽ ചെയ്യാൻ കാരണം ഇതൊരു അഭൗതികമായ തേട്ടമായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യുമായിരുന്നില്ല. കേവലം യാത്രാവാഹനം നഷ്ടപ്പെട്ടാൽ പറയേണ്ട ദിക്ർ എന്ന ബാബിലാണ് ഇത്തരം ഹദീസുകൾ കൊടുത്തിട്ടുള്ളത് എന്ന് അതിന് വിശദീകരണം കൊടുക്കുകയും ചെയ്തു. അപ്പോ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാൾ സ്വാഭാവികമായി ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്ന് വിശദീകരിക്കേണ്ടി വരും. അപ്പൊ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിന്റെ ഉടമ ഒരു മലക്കോ ജിന്നോ ആണെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കട്ടെ എന്ന് കരുതി, എന്നെ ഒന്ന് സഹായിക്കുമോ, എനിക്കൊരു വെളിച്ചം തരുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം പ്രാർത്ഥനയല്ല. ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സെന്റൻസ് എഴുതിയത്. ഉടനെ ഈ പ്രസ്ഥാനത്തിനെ പിളർത്തി 2002 പിളർന്നു പോയ കക്ഷികൾ ഈ തുമ്പെടുത്ത് രംഗത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, മൗലവി വിഭാഗം മുശ്രിക്കുകളായിട്ടുണ്ട്, അവർ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ പറ്റുമെന്നും ഇരുളിൽ തപ്പിത്തടയുമ്പോൾ ആരെയും സഹായത്തിന് കിട്ടാത്ത സമയത്ത് മലക്കുകളെയും ജിന്നുകളെയും പ്രാർത്ഥനയ്ക്ക് വിളിക്കാം എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. ഉടനെ നമ്മുടെ പണ്ഡിത നേതൃത്വം അതിന് മറുപടി നൽകി. ഇത് ഭൗതികമായ ഒരു വിളിയാണ്, ചോദ്യമാണ്. ഈ ഹദീസ് സ്വീകാര്യോഗ്യമല്ല, ദുർബലമാണ്. ഇനി അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളയെ പോലെയുള്ളവർ അമൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഭൗതികമായ ഒരു ചോദ്യമാണ്, അതിൽ പ്രാർത്ഥനയില്ല എന്ന് നമ്മുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്തു. പിന്നീട് കണ്ടത് 2012 2002 കക്ഷികൾ എന്ത് വാദമാണോ ഉന്നയിച്ചത് അതേപോലെ അത് ഉന്നയിച്ചുകൊണ്ട് തിരിച്ചു നിന്നുകൊണ്ട് ഇതിൽ നിന്നൊരു സംഘം ശിർക്ക് ആരോപിക്കാൻ തുടങ്ങി. മുജാഹിദുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായി. ഇങ്ങനെ ഈ ജിന്നിന്റെ പേരിൽ തമ്മിൽ വഴക്കും വക്കാണവും വന്ന ഘട്ടത്തിലാണ് ഹുസൈൻ സലഫി
തനിക്കൊരു വേദി കിട്ടിയപ്പോ ഒരു ദുർബലമായ ഹദീസിന്റെ പേരിൽ മുജാഹിദ് കേരളം തമ്മിലടിക്കരുത്, നമുക്ക് സാമ്പത്തികമായി പള്ളി ഉണ്ടാക്കാൻ അടക്കം സഹായം തരുന്ന പണ്ഡിത സഭയുണ്ടല്ലോ കുവൈത്തിൽ, ഇഹ്യാഉൽ തുറാത്തുൽ ഇസ്ലാമി, അവരെ ഇങ്ങോട്ട് വരുത്തിയോ നമുക്ക് അങ്ങോട്ട് പോയോ, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമയിലേക്ക് അങ്ങോട്ട് പോയോ അവരങ്ങോട്ട് വരുത്തിയോ, ഒരുമിച്ചിരുന്ന് പൊതുജനങ്ങളിലേക്ക് ഇത് കൊണ്ടുപോവാതെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം, മുജാഹിദുകളെ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെയും പുറത്താക്കുകയും ഏകപക്ഷീയമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ച് ഈ ആൾബാദുള്ള ശിർക്കാണ് എന്ന് വിളിച്ചു പറയുക വഴി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് മുശ്രിക്കായി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുശ്രിക്കായി. മഅദല്ലാഹ് ഇമാം ഷാഫിഈയുടെ ഉസ്താദുമാർ മുശ്രിക്കായി. ഉസ്താദ് മുശ്രിക്കാണെങ്കിൽ പിന്നെ ശിഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതനുസരിച്ച് മതവിധി പറഞ്ഞ ഇമാം ഷൗക്കാനി മുശ്രിക്കായി. അഹ്ലുസുന്നയുടെ ഇമാമുമാരെ മുശ്രിക്കാക്കാതെ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് അത് പ്രാർത്ഥനയാണ് എന്നും ശിർക്കാണ് എന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആരോടൊക്കെയുള്ള ശത്രുത തീർത്താലും അഹ്ലുസുന്നയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ശിർക്കിന്റെ മുൾമുനയിൽ നിർത്തി അവരൊക്കെ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന പുകമറ സൃഷ്ടിക്കുന്നിടത്തേക്ക് ഈ വാദം കൊണ്ടെത്തിക്കുകയാണ് പിന്നീട് ചെയ്തത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇതിന്റെ പേരിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു വിഭാഗം ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദമുള്ളവരുണ്ട്. അതിനുവേണ്ടി ആദർശ വിശദീകരണ സദസ്സിലേക്ക് ചെല്ലും. ബഹുമാനനായ മർഹൂം സക്കരിയ സ്വലാഹി ഒക്കെ പ്രസംഗിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എന്ത് ഒരാൾ കുളത്തിൽ വീഴാൻ അല്ലെങ്കിൽ പുഴയിൽ ഇങ്ങനെ മുങ്ങിത്താഴാൻ, അപ്പൊ കരത്തൊരു ജിന്നുണ്ട്, ഒരു സാങ്കല്പിക ചോദ്യം ഉണ്ടാക്കി വരികയാണ്, കരയിലൊരു ജിന്നുണ്ട്, ഇന്നൊന്ന് സഹായിക്കോ, എന്റെ മനസ്സിൽ പ്രാർത്ഥന ഒന്നുമില്ല, ഞാൻ ഭൗതികമായ ഒരു ചോദ്യം ചോദിക്കാണ്, ഇന്നൊന്ന് സഹായിക്കോ, ഞാൻ മനസ്സിൽ വിചാരിക്കാണ്. അപ്പൊ ജിന്നുകൾ ഇവിടെ ഒക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് ചോദിച്ചു. പ്രാർത്ഥന അല്ലെങ്കിൽ എങ്ങനെ ശിർക്കാണെന്ന് മതവിധി പറയാം? ഇതായിരുന്നു മൗലവിയുടെ വർത്താനം. അതോടുകൂടി പിന്നെ ഇത് എടുത്തിട്ട് നടന്നു. കണ്ടോ, പുഴയിൽ വീണാൽ ജിന്നുകളെ വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് പുകമറ സൃഷ്ടിച്ച് സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ വമ്പിച്ച രൂക്ഷമായ ഭിന്നിപ്പിനാണ് ഇത്തരം പ്രയോഗങ്ങളിലൂടെ തിരികൊളുത്തിയത്. ഫൈസൽ മൗലവിയുടെ അടുത്ത് വന്നു, ഞാൻ കിണറ്റിൽ വീഴാണ്, അപ്പൊ ഞാൻ കരയിലൊരു ജിന്നുണ്ടെന്ന് വിചാരിച്ചു, ഞാൻ വിചാരിച്ചിട്ട് അതിലേക്ക് ചാടി, ഞാൻ ജിന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചാൽ ചെറുക്കാകുമെന്ന് വെച്ചു. മൗലവി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോളാം, അതിൽ വീഴാനും പോണ്ട, ആ കിണറങ്ങോട്ട് മൂടിക്കിടന്ന് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ കുതന്ത്ര ചോദ്യം ചോദിച്ച് ആദർശ വിശദീകരണ സദസ്സുകളിൽ വന്ന് പാവപ്പെട്ട മുജാഹിദുകളുടെ തൗഹീദിനോടുള്ള സ്നേഹത്തെ അതിനെ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് സംശയാസ്പദമായി വിഷയത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഒരു ഭിന്നിപ്പ് രൂക്ഷമാക്കുന്ന പ്രവൃത്തിയും രീതിയുമാണ് ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു മുവഹ്ഹിദിന് നേരെ, ഒരു മുസ്ലിമിന് നേരെ കുഫ്ർ ആരോപിച്ചാൽ, ശിർക്ക് ആരോപിച്ചാൽ, അയാളുടെ വിശ്വാസത്തിൽ പോലുമില്ലാത്ത കുഫ്റും ശിർക്കും ആരോപിച്ചാൽ ആ വ്യക്തി അവരിലേക്ക് തന്നെ ആ ശിർക്ക് തിരിച്ചടിക്കുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മഹാനായ സുലൈമാൻ നബിയുടെ സദസ്സിൽ ജിന്നുകളടക്കമുള്ളവർ അദ്ദേഹത്തിന് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അയ്യുക്കും യഗ്തൂനി ബി അർശിഹ, ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം നിങ്ങളിൽ ആരാണ് എനിക്ക് കൊണ്ടുവന്നുതരാം? ആ ചോദ്യം ജിന്നുകൾക്കും ബാധകമാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കാല ഇഫ്രീത്തു മിനൽ ജിന്ന്, മല്ലനായ ഒരു ജിന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം, ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഞാൻ അതിവിടെ കൊണ്ടുവന്ന് തരാം. ഇന്നി അലൈഹി ലഖവിയ്യുൻ, എനിക്കതിന് കഴിയും. അമീൻ, ഞാൻ അതിന് വിശ്വസ്തനായി താങ്കൾക്ക് എന്നെ ചുമതലപ്പെടുത്താം. അപ്പൊ ജിന്നിന് കഴിയുന്ന ഒരു കാര്യമാണ്. മനുഷ്യരുടെ പ്രവർത്തന മണ്ഡലമല്ല ജിന്നുകളുടെ പ്രവർത്തന മണ്ഡലം. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ഊളിയിട്ട് മുത്തുകളും മുത്തുച്ചിപ്പിയും പവിഴപ്പുറ്റവും പെറുക്കിയെടുക്കുന്ന ജിന്നുകളുണ്ട്, ഹുവാസുകളായ മുങ്ങൽ വിദഗ്ധരായ ജിന്നുകളുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിലുള്ള കഴിവുകൾ ജിന്നുകൾക്കുണ്ട്. ഈ ജിന്ന് പറയാണ്, അത്രയും അപ്പുറത്തുള്ള കൊട്ടാരം ഞാൻ കൊണ്ടുവന്ന് തരാം, എനിക്കതിന് കഴിവുണ്ട്. അപ്പൊ ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ് ആ സദസ്സിൽ വെച്ച് സുലൈമാൻ നബി ചോദിക്കുന്നത്. അതിന്റെ പേരിൽ ഈ പറയുന്ന ഇന്ന് ഇവർ വെച്ചു പുലർത്തുന്ന വാദപ്രകാരം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് ഒരു ഭൗതികമായ ചോദ്യമാണ്. ആ ചോദ്യം ശിർക്കായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു പ്രവാചകനും അല്ലാഹു ശിർക്ക് അനുവദിച്ചു കൊടുക്കൂല. ഒരു പ്രവാചകനും അല്ലാഹു ശിർക്ക് അനുവദിച്ചു കൊടുക്കൂല. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഒരു ചോദ്യമായി മാത്രമേ അതിനെ പരിഗണിച്ചിട്ടുള്ളൂ.
ആ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മുശ്രിക്കായിട്ടില്ല. പക്ഷെ ഇവരുടെ വാദപ്രകാരം അദ്ദേഹവും ശിർക്ക് ചെയ്ത ഒരു വ്യക്തിയാകും. അതേപോലെ തന്നെ ഹാജറ ബീവി അവിടെ സഫാ മറുവക്കിടയിൽ ഓടുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുന്നു. എന്താ ആ ശബ്ദമാണ് അവിടുത്തെ ഭൗതികത. ആ ശബ്ദം കേട്ടപ്പോ ആരെയും കാണുന്നില്ല. എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കോ. പ്രത്യക്ഷപ്പെട്ടത് മലക്ക് ജിബ്രീലാണ്. ഇവർ പറയുന്ന വാദപ്രകാരം ഹാജറ ബീവി നമ്മുടെ ഉമ്മ, സ്വർഗത്തിൽ നമ്മുടെ നേതാവ് മുശ്രിക്കത്താണ്, മഅദല്ലാഹ്. ആ ചോദ്യം ഒരു ശബ്ദത്തോടായി ശബ്ദം കേട്ട പശ്ചാത്തലത്തിൽ നിന്ന് ചോദിച്ചതാണ്. പ്രത്യക്ഷപ്പെട്ടത് മലക്ക് ജിബ്രീലാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അമ്പിയാക്കളെ മുശ്രിക്കുകളാക്കി, പൂർവികരായ അമ്പിയാക്കളുടെ ഭാര്യമാരെ മുശ്രിക്കുകളാക്കി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ശിർക്ക് ചെയ്ത് പ്രചരിപ്പിച്ച വ്യക്തിയാക്കി, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഴുവൻ പണ്ഡിതന്മാരും ശിർക്കിന്റെ പ്രചാരകരാക്കി അവതരിപ്പിച്ച്, ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്ത അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരെ ശിർക്ക് ചെയ്തവരായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സംഘം മുവഹ്ഹിദുകൾക്ക് നേരെ ശിർക്ക് ആരോപിക്കുന്നത് എന്നതുകൊണ്ട് ഇതത്ര നിസ്സാരപ്പെട്ട പ്രവർത്തനമൊന്നല്ല. ഇത് മൻഹജു സലഫ് എന്ന് പറയുന്ന പൂർവകാല സലഫുകളുടെ കൃത്യമായ സരണയിൽ നിന്ന് ഇറങ്ങിപ്പോക്കാൻ അവനാന്റെ വക തൗഹീദിനും ശിർക്കിനും കട്ടികൂട്ടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിൽ പങ്കു ചേർക്കലാണ്. പടച്ച റബ്ബിനുള്ള ആരാധനയിൽ പങ്കു ചേർക്കലാണ്. പടച്ച റബ്ബിനുള്ള റുബൂബിയ്യത്തിൽ പങ്കു ചേർക്കലാണ്. ഒരാൾ ഒരു സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം അതിനോട് ആവശ്യപ്പെടുന്നതിന്റെ മതവിധി പറയുമ്പോ അത് ആ സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട കാര്യമാണെങ്കിൽ, അതൊരു മനുഷ്യനോടാണെങ്കിൽ അത് ജായിസാണ്, അള്ളാഹ് അനുവദിച്ചു തന്നതാണ്. എന്നാൽ ഒരു ജിന്നിനെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടില്ല. പക്ഷേ ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നതിന്റെ മതവിധി എന്ന് പറയുന്നത് ശിർക്ക് എന്നല്ല മതവിധി പറയാം. അതേപോലെ തന്നെ മലക്കിനെ അള്ളാഹു നമുക്ക് ആ അർത്ഥത്തിൽ കീഴ്പ്പെടുത്തി തന്നിട്ടില്ല. അതുകൊണ്ട് ആ മലക്കിനോട് നേർക്ക് നേരെ ചോദിക്കാനുള്ള ഒരു വേദി നമുക്ക് തന്നിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം മലക്കുകളുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം മലക്കിനോട് ആവശ്യപ്പെടുക എന്ന് പറയുന്നതിന്റെ ഒരു അവസരം തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. മലക്കുകളെ നിയോഗിക്കണോ, പക്ഷികളെ നിയോഗിക്കണോ, പറവകളെ നിയോഗിക്കണോ, മനുഷ്യരെ നിയോഗിക്കണോ, മൃഗങ്ങളെ നിയോഗിക്കണോ എന്നത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അത് പടച്ച റബ്ബിന്റെ നടപടിയുടെ ഭാഗമായി അള്ളാഹു ആരെയാണോ സഹായത്തിന് വിടുന്നത് അത് പടച്ചോന്റെ തീരുമാനമാണ്. വിളിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. അവിടെ ജിന്നുമായി ഒരു ബന്ധവും ഒരു മുജാഹിദിന്റെ ജീവിതത്തിൽ വേണ്ടതില്ലാത്ത വിധം ജിന്നുകളോട്, പ്രത്യേകിച്ച് പിശാചുക്കളോട് അകലം പാലിച്ച് അവനെ ശത്രുവായി നോക്കിക്കാണാൻ പറഞ്ഞ ഒരു സൃഷ്ടി വിഭാഗത്തോട് പ്രാർത്ഥിക്കുവാനും സഹായം തേടുവാനും മുജാഹിദുകൾ പറഞ്ഞു എന്ന് പറയുന്നത് കടുത്ത അക്രമമാണ്. ഈ ശിർക്ക് ആരോപണത്തിന്റെ പേരിൽ സംഭവിച്ചതെന്താണ്? ചെറിയ പ്രശ്നമൊന്നുമില്ല. തൗഹീദ് അട്ടിമറിക്കേണ്ടി വന്നു. എന്തേ തൗഹീദ് അട്ടിമറിച്ചത്? ഇത്രയും കാലം പ്രാർത്ഥനയും ശിർക്കും വേർതിരിക്കുന്നിടത്ത് അള്ളാഹു മാത്രമാണ് അഭൗതികമെന്നും ബാക്കിയുള്ളവരെല്ലാം ഭൗതികമെന്നതുമാണ് മുജാഹിദ് കേരളത്തിൽ നൂറ്റാണ്ട് കാലമായി മഹാനായ KM മൗലവി മുതൽ ഈ ആദർശത്തെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പടച്ചോ മാത്രമാണ് അഭൗതികം, ബാക്കിയെല്ലാം ഭൗതികം എന്നതാണ്. എന്താ ഈ ഭൗതികം എന്ന് പറഞ്ഞാൽ? പഞ്ചഭൂതങ്ങളാൽ ഉണ്ടായതിനെയെല്ലാം മലയാള ഭാഷയിൽ വിളിക്കുന്ന വാക്കാണ് ഭൗതികമെന്ന്. ആകാശവും അതേപോലെ തന്നെ ഭൂമി, അതുപോലെ തന്നെ വായു, വെള്ളം, അഗ്നി ഉൾക്കൊള്ളുന്നതാണ് പഞ്ചഭൂതങ്ങൾ. ഈ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്നുകൾ ഈ ഭൗതികതയുടെ ഭാഗമാണ്. മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ഈ ഭൗതികതയുടെ ഭാഗമാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ ഈ ഭൗതികതയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി, ഏത് റബ്ബിനാണ് സർവസ്തുതി? റബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബ്. ഈ ലോകരാര മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ, ഇഹലോകം, അതേപോലെ തന്നെ പരലോകം, ജന്തുജാലങ്ങൾ, എല്ലാത്തിൻ്റെയും സസ്യജാലങ്ങൾ, എല്ലാത്തിൻ്റെയും റബ്ബ്. ഇവയൊക്കെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന റബ്ബ് മാത്രമാണ് പ്രപഞ്ചാതീതൻ, അഭൗതികം. ബാക്കിയെല്ലാം ഈ ഭൗതിക വ്യവസ്ഥയിലുള്ളതാണ്. അവിടെ മനുഷ്യർക്ക് ജിന്നിനെ കാണാൻ കഴിയില്ല, മലക്കിനെയും കാണാൻ കഴിയില്ല. അത് ഖുർആൻ കട്ടായം പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ജിന്നുകളുടെ രൂപത്തിൽ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത വിധം അല്ലാഹു മറയിട്ടിട്ടുണ്ട് എന്ന്. എന്നാൽ ജിന്നുകളെ കാണുന്ന ജീവജാലങ്ങൾ ഇവിടെയുണ്ട്.
മലക്കുകളെ കാണുന്ന ജീവജാലങ്ങൾ ഇവിടെയുണ്ട്. മലക്കുകളുടെയും ജിന്നുകളുടെയും പ്രവർത്തന മണ്ഡലം പടച്ചറബ് വ്യവസ്ഥപ്പെടുത്തിയ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ ഈ ഭൗതികതയുടെ ഉള്ളിലാണ്. അവയിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ ഇറങ്ങുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഈ ലോക ആലം എന്നുള്ള വാക്കാണ് യഥാർത്ഥത്തിൽ ഭൗതികം എന്നതിന് നാം പ്രയോഗിച്ച അറബി വാക്ക്. ആലമി എന്ന് പറഞ്ഞാൽ ഭൗതികർ, ഈ പറയുന്ന ലോകർ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ളത്. അതേപോലെ തന്നെ കാര്യകാരണ ബന്ധത്തിന് നമ്മൾ പ്രയോഗിക്കുന്ന വാക്കാണ് ഇതിനില്ല. അള്ളാഹു നിശ്ചയിച്ച കാര്യകാരണ ബന്ധപ്രകാരം, അത് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യകാരണ ബന്ധം ഉണ്ടാവണം, എങ്കിലേ ആ ബന്ധങ്ങളുമായി ബന്ധപ്പെടാൻ പാടുള്ളൂ. സബബു മുസബ്ബബാത്തുകൾ. അതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ അദൃശ്യം, അതിന് നമ്മൾ പ്രയോഗിച്ച അറബി വാക്കാണ്, ഖുർആൻ പ്രയോഗിച്ചതാണ് ഗൈബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്കൊന്നും ഇസ്ലാമിന് പരിചയമില്ലാത്തതല്ല. ഇതിൽ വന്ന വാക്കനുസരിച്ചാണ് മുജാഹിദ് കേരളം ഇത്രയും കാലം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി അദൃശ്യമായി സഹായിക്കാൻ പടച്ചറബിന് മാത്രമേ കഴിയുകയുള്ളൂ. ബാക്കിയുള്ളവയെല്ലാം ഈ ഭൗതിക വ്യവസ്ഥയിൽ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ്. ഇതാണ് മുജാഹിദ് കേരളം സ്വീകരിച്ച തൗഹീദ്. ആ തൗഹീദിനെ അട്ടിമറിക്കേണ്ടി വന്നു. ജിന്നും മലക്കും സാക്ഷാൽ അഭൗതികതയിലാണ്, അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അത് ശിർക്കാണ് എന്ന് വാദിക്കേണ്ടി വന്നു. തൗഹീദിന്റെ അടിവേരറുത്തു പൊട്ടിപ്പാളീസാകുന്ന വാദമാണ് ഇത്തരം തൗഹീദിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അത് മുവഹീദുകളെ മുശ്രിക്കാക്കിയതിന്റെ തിക്തഫലമാണ്. നമുക്കതിന് സന്തോഷമില്ല. ഇതുവരെ പക്ഷേ തിരുത്താൻ തയ്യാറായിട്ടില്ല. ഇത്രയും കാലം അള്ളാഹു ഒഴിച്ച് ബാക്കി ജിന്നും മലക്കും ഭൗതികമാണ് എന്ന് പറഞ്ഞവർ 2012 ശേഷം ജിന്നും മലക്കും പ്രാർത്ഥനയും ചെറുക്കും വേർതിരിക്കുന്നിടത്ത് സാക്ഷാൽ അഭൗതികതയിലാണ് എന്ന് പറയുക വഴി ഇവിടെ സംഭവിച്ചത് തൗഹീദ് പൊളിഞ്ഞു. അതുകൊണ്ടാണ് പിന്നീട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന സഹായ തേട്ടത്തിൽ നിന്ന് ദൃശ്യലോകത്തുള്ള മനുഷ്യരെ ഒഴിവാക്കി എന്ന് പറയേണ്ടി വന്നത്. അവിടെ ദൃശ്യലോകത്തുള്ള മനുഷ്യരോട് ചോദിച്ചാലും ശിർക്കാണ്. കാരണം അത് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും പരിധിയിൽ വരുന്ന സഹായത്തേട്ടമാണ്. അത് മുവഹീദുകളായ മനുഷ്യരെ മുശ്രിക്കാക്കിയതിന്റെ തിക്തഫലമാണ്. അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ഈ വിഷയകമായി സംഭവിച്ച അബദ്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് തൗഹീദിനെ അട്ടിമറിച്ചു, മറ്റൊന്ന് പരിശുദ്ധ ഖുർആനിന് ദുർവ്യാഖ്യാനം കൽപ്പിച്ചു, പിന്നെ മുവഹീദുകളെ മുശ്രിക്കാക്കി, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി. അതേപോലെ തന്നെ ഇപ്പൊ ഈ സത്യസംഘം മുജാഹിദ് പ്രസ്ഥാനം എന്ത് ആദർശമാണോ കേരളത്തിൽ നൂറ്റാണ്ടുകാലമായി പറഞ്ഞത്, അതേ ആദർശത്തിൽ നിന്ന് ഒരല്പം പോലും മാറി നിൽക്കാതെ ഇപ്പോഴും പ്രബോധനം ചെയ്യുന്ന ഈ പ്രബോധക സംഘത്തെ ജനങ്ങൾക്ക് മുന്നിൽ ജിന്നിനോട് ആരാധിക്കുന്നവരാക്കി ചിത്രീകരിക്കുക വഴി ഒരുപാട് ഹക്ക് പഠിക്കാനുള്ള മാർഗങ്ങൾക്ക് നേരെ പുകമറ സൃഷ്ടിച്ചു. ഈ പണ്ഡിതന്മാരെ തെറ്റായി സമീപിച്ചു. അവരുടെ ജനാസ നമസ്കരിക്കണോ എന്ന് പോലും ചിന്തിക്കുന്നിടത്ത് കാര്യങ്ങളെത്തി. അബ്ദുൽ ഹമീദ് സാഹിബ് അദ്ദേഹവും പള്ളിയും തമ്മിൽ ഹൃദയഭേദകമായ ഒരു ബന്ധമുണ്ട് എന്നത് കാസർഗോഡ് ജീവിക്കുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ജീവിതം മുഴുവൻ പടച്ചറബിന്റെ വീടിന്റെ പരിപാലനത്തിന് വേണ്ടി ഉപയോഗിച്ച് ഓടി നടന്ന ആ സാത്വികനായ മനുഷ്യന്റെ ജനാസ നമസ്കരിക്കാൻ വരാത്ത ഒരു സുഹൃത്തിനോട് എന്താ നിങ്ങൾ നിസ്കരിക്കാൻ വരാത്തത് എന്ന് ചോദിച്ചപ്പോ ഞാൻ മുശ്രിക്കുകളുടെ ജനാസ നമസ്കരിക്കാറില്ല എന്ന് പറയുന്നിടത്തേക്ക് മുവഹീദുകളായ മനുഷ്യരെ മുശ്രിക്കാക്കി അവതരിപ്പിക്കുന്ന പുരോഹിതന്മാർ ചെയ്ത വർക്കെന്താണ് ഈ കേരളത്തിൽ? ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താണ്? എത്ര മനുഷ്യരാണ് ഈ പറയുന്ന ജിന്നുകളുമായി ഒരു ബന്ധവും പാടില്ല എന്ന് പറയുന്ന വ്യക്തികളെ ജിന്ന് പൂജകന്മാർ, ജിന്നുവാദികൾ, ജിന്നിന്റെ പള്ളി, ജിന്നിന്റെ മദ്രസ എന്ന് തെറി വിളിപ്പിച്ചത് എത്രയാണ്? അതുകൊണ്ട് ഇതൊന്നും അത്ര നിസ്സാരമായ പ്രവർത്തനമൊന്നുമല്ല. അത്രമേൽ വലിയ ഗുരുതരമായ പരിക്ക് ഒരു സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ ഇത് ഓരോ വ്യക്തികളെയും കണ്ട് മാപ്പ് ചോദിക്കാതെ പടച്ചറബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അത്തരം മിമ്പറുകളെയും പ്രസംഗപീഠങ്ങളെയും ഉപയോഗിക്കുന്ന പണ്ഡിതന്മാരോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളതാണ്. അതേപോലെ തന്നെ മഹല്ലുകൾ ഭിന്നിപ്പിച്ചില്ലേ? എത്ര മനുഷ്യരാണ് തമ്മിൽ ഒരു സ്വപ്നിൽ നിന്ന് തോളോട് തോൾ ചേർന്ന് നിസ്കരിക്കുന്ന ആദർശ ബന്ധുക്കൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട വൈകാരികമായ ഒരു ഹൃദയ ബന്ധമുണ്ട്. അത് രക്തബന്ധങ്ങൾ നൽകുന്ന വൈകാരികതകളെക്കാൾ വലുതാണ്, വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ വലുതാണ്. ഏതർത്ഥത്തിൽ? ആദർശത്തിന്റെ അർത്ഥത്തിൽ ഒരു വ്യക്തികൾ ആദർശത്തിൽ ഒരുമിച്ചവർ തമ്മിലുള്ളത്. കാരണം ബദറിൽ ഏറ്റുമുട്ടിയത് വാപ്പയും മകനും തമ്മിലാണ്. ഉഹദിൽ ഏറ്റുമുട്ടിയത് എളാപ്പയും മൂത്താപ്പയും തമ്മിലാണ്. കൂടപ്പിറപ്പുകൾ തമ്മിലാണ്.
അവിടെ രക്തബന്ധങ്ങൾക്കുള്ള വൈകാരികതക്കല്ല സ്ഥാനം, ആദർശത്തിനാണ് സ്ഥാനം. ആ ആദർശത്തിൽ ഒരുമിച്ച് നിന്ന് നമസ്കരിക്കുന്ന മനുഷ്യരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാത്തവരാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ അത് അനുഭവിക്കുന്നത് എത്രത്തോളം ഉണ്ട് എന്നറിയില്ല. പക്ഷേ നിഷ്കളങ്കരായി ജീവിച്ചിരുന്ന ഗ്രാമാന്തരങ്ങളിലെ വയോധികരായ മുടിനരച്ച തൊലി ചുക്കിച്ചുളിഞ്ഞ തൗഹീദിനെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഉപ്പമാർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ നോക്കി അങ്ങേയറ്റം മുശ്രിക്കുകളാണ് എന്ന് മുദ്രകുത്തുന്ന അവസ്ഥയിലേക്ക് ഈ പണ്ഡിതന്മാർ നുണ വിളിച്ചു പറഞ്ഞു എന്നത് സമൂഹത്തിലുണ്ടാക്കിയ വലിയ ഒരു പരിക്കാണ്. മാത്രവുമല്ല, നിങ്ങൾ നോക്ക്, ഇവര് ഇതിന്റെ ഇടയിലൊന്ന് ഐക്യപ്പെട്ടു. ഈ ഐക്യപ്പെട്ടത് ആരുമായിട്ടാണ്? ഞാൻ പറയണത് തൗഹീദ് പൊളിഞ്ഞത് മാത്രം പോരാ, ഇതിന്റെ പരിക്കെത്രത്തോളം ഉണ്ടായിരുന്നു. ഒരു സ്വച്ഛതയുള്ള ഒരു സംഘമായി പോകണം. ഐക്യം വേണം. ഇസ്ലാമിൽ ഐക്യം എന്ന് പറഞ്ഞാൽ എന്താ? നാലാൾക്കാരോടടുത്ത് കൂടി ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഐക്യം. അൽ ജമാഅത്തു മാ വാഫഖ അലൽ ഹഖ്, സത്യത്തിൽ ഒന്നിച്ചു ചേരലാണ് ഐക്യം. വലൗ കുൻത വഹ്ദക്, നീ ഒറ്റക്കാണെങ്കിലും എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഐക്യം, ഇസ്ലാമിൽ ഐക്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരുമിച്ച് ചേരലാണ്. അതേപോലെ തന്നെ അതിൽ നീ ഒറ്റക്കാണോ, നീ ഇസ്ലാമിൽ ഐക്യപ്പെട്ടു. അതാണ് ഖുർആൻ പറഞ്ഞത്, വഅ്തസിമു ബിഹബ്ലില്ല, അല്ലാഹ് നിങ്ങൾക്ക് ഒരു കയറിട്ട് തന്നിട്ടുണ്ട്, അയിമ പിടിച്ചു നിന്നോളി. വലാ തഫറഖു, അയിന്ന് വേറിട്ട് പോകരുതെന്ന് പറഞ്ഞത്. അതിന്ന് വേറിട്ട് പോയിട്ട് നാലാൾക്കാരവിടെ കൂടി നിന്നാണ് ഞങ്ങൾ ഐക്യപ്പെട്ടു എന്ന് പറയാം. ഇവിടെ 2012 പിളർന്നു പോയവർക്ക് സംഭവിച്ച പിഴവുകൾ 30 അഖീദ വിഷയങ്ങളിലാണ്. 1-2 ഇത് ആരോപണമല്ല, തെളിവ് സഹിതം ആവശ്യപ്പെടുന്നുവെങ്കിൽ ഇരുന്ന് എഴുതി കാണിച്ചു ഞാൻ. അത്രക്കും ശാഖാപരമായ വിഷയമോ കർമ്മപരമായ വിഷയമല്ല, അഖീദ വിശ്വാസ രംഗത്താണ് പിഴച്ചത്. അള്ളാഹുവിലുള്ള വിശ്വാസം 3 പിഴവുകളാണ്. അമ്പിയാക്കളിലുള്ള വിശ്വാസം 5 പിഴവുകളാണ്. മലക്കുകളിലുള്ള വിശ്വാസം 4 പിഴവുകളാണ്. പരലോകത്തിലുള്ള വിശ്വാസം നിരവധി പിഴവുകളാണ്. ഞാൻ പറയുന്നത് അഖീദാപരമായ വിഷയത്തിൽ പോലും ഓരോന്നോരോന്ന് പറയാൻ പറ്റും. പടച്ച റബ്ബിന്റെ ദാത്തിനെ നിഷേധിച്ചു. അള്ളാഹുവിനൊരു ദാത്തുണ്ട്, ആ ദാത്തിൽ അള്ളാഹു സിഫാത്തുല്ലാഹി ദാത്തിയാൽ ഖബറിയയുടെ ഭാഗമായി പടച്ചോൻ പറഞ്ഞാണ്, പടച്ചോന് ഐനുണ്ട്, പടച്ചോന് കണങ്കാലുണ്ട്, പടച്ചോന് വിരലുകളുണ്ട്, പടച്ചോന് മുഖമുണ്ട്, പടച്ച റബ്ബിന് യദുണ്ട്, കൈയുണ്ട്. ഇതൊക്കെ ഖുർആനിലും ഹദീസിലും വന്നതാ. കണ്ണുണ്ടെന്ന് പറഞ്ഞാൽ കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. 2 കൈയുണ്ട് എന്ന് പറഞ്ഞപ്പോ കൈയുണ്ടെന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അഹ്ലുസുന്നയുടെ ഇമാമുമാര് മറുപടി ചോദിച്ചു, 2 കൈയുണ്ടെന്ന്, കീൽത്തായതാകും അള്ളാഹ്ക്ക് 2 കൈയുണ്ടെന്നുണ്ടല്ലോ, അങ്ങനെയെങ്കിൽ 2 പ്രവൃത്തിയെ പടച്ചോനുള്ളോ? അങ്ങനെ അള്ളാഹുവിന്റെ ഓരോ ദാത്തിലുള്ള സിഫാത്തുകളെ നിരാകരിക്കുക. അതേപോലെ തന്നെ യൻസിലു തബാറക വ തആല, അള്ളാഹു ഇറങ്ങി വരും, 1-ാം ആകാശത്തേക്ക് രാത്രിയുടെ യാമങ്ങളിൽ ഇറങ്ങി വരും എന്ന് പറഞ്ഞപ്പോൾ അടുത്ത പ്രസംഗം എന്താ? എന്നാ പിന്നെ പടച്ചോന് കയറാൻ നേരം ഉണ്ടാവില്ല. കാരണം അമേരിക്കയിൽ രാത്രിയാവുമ്പോൾ വേറൊരു രാഷ്ട്രത്തിൽ അവിടെ പകല് വരുന്നതോടുകൂടി വേറൊരിടത്ത് രാത്രിയാവും, പിന്നെ വേറൊരിടത്ത് രാത്രിയാവും. അപ്പൊ പിന്നെ പടച്ചോന് കയറാൻ നേരം ഉണ്ടാവും. അള്ളാഹുവിന്റെ പ്രവൃത്തിപരമായ സിഫത്ത്, ആ സിഫത്തിനെ നിരാകരിക്കാൻ യൻസിലും അള്ളാഹുവിന്റെ സത്തയിൽ അള്ളാഹുവിന്റെ പ്രവൃത്തിപരമായ സിഫാത്ത് വേറെ പറഞ്ഞിട്ടുണ്ടല്ലോ. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, നിന്റെ റബ്ബ് വരും എന്ന് കാണാം. വജാഅ റബ്ബുക, വരിക എന്ന് പറയുന്ന സിഫത്ത് അള്ളാഹ്ക്കുണ്ട്. ഇസ്തവഅ അലൽ അർശ്, സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനാകുന്ന കാണാം. ഉപവിഷ്ടനാവുക എന്നത് അള്ളാഹുവിന്റെ പ്രവൃത്തിപരമായ സിഫത്താണ്. യൽഹഖു തബാറക വ തആല, അള്ളാഹു ചിരിക്കുന്നു എന്ന് കാണാം, അത് അള്ളാഹുവിന്റെ പ്രവൃത്തിപരമായ സിഫത്താണ്. അള്ളാഹു കോപിക്കുന്നു എന്ന് കാണാം, കോപിക്കുക എന്നത് അള്ളാഹുവിന്റെ പ്രവൃത്തിപരമായ സിഫത്താണ്. ഇതുപോലെ ഒരു സിഫത്താണ് അള്ളാഹു ഇറങ്ങി വരിക എന്നത്. കമാ യലീഖു ലിജലാലിഹി വ കമാലിഹി തആല, അള്ളാഹുവിന്റെ പൂർണ്ണതക്കും മഹത്വത്തിനും യോജിക്കുന്ന ഇറക്കം എന്ന് പറയുന്ന സിഫത്ത് പടച്ചോനുണ്ട്. അത് നിരാകരിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ ഓരോന്നും പറയാം. നോക്കൂ നിങ്ങൾ, 1 സിറാത്തിന്റെ വിഷയത്തിൽ അങ്ങനെ നരകത്തിന് കുറുകെ ഒരു പാലം തന്നെ ഇല്ല എന്ന് രേഖപ്പെടുത്തി. മീസാൻ, നന്മ തിന്മകളെ തുലാസിനെ കുറിച്ചുള്ള പരാമർശം, അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞു. ഖബർ ശിക്ഷ, അത് ശാരീരികമല്ലെന്ന് പറഞ്ഞു. സംസം വെള്ളത്തിന് മഹത്വമല്ല, അതിന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുമെന്ന് ഒരാൾ പ്രസംഗിച്ചു. സ്വപ്പ് ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞപ്പോ പിന്നെ നടയിൽ ആള് വന്ന് പാൻറ്റിട്ടോണ്ട് നടയിൽ നിൽക്കൂലെന്ന് ചോദിച്ചു. എന്റെ ഹദീസിനെ നിരാകരിച്ച് സംസാരിച്ചു. മ്യൂസിക്, ഹറാമായ മ്യൂസിക്കിന് അത് ഹലാലാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളെ പരിഹസിക്കാൻ സിനിമ അഭിനയിച്ചു. ഖബർ ആഹാദായ ഹദീസുകളൊന്നും
വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അതോടുകൂടി ഈ സിറാത്തും ഈ മീസാനും ഈ ദജ്ജാലും ഒക്കെ നിരാകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതേപോലെ തന്നെ ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ടില്ല, മലക്കുകളുടെ സഹായം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സിഹിർ ഫലിക്കൂല എന്ന് പറഞ്ഞു. ദൃഷ്ടിദോഷം എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ ഇല്ലെന്ന് പറഞ്ഞു. പിശാച് ബാധയില്ലെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അജുവ ഈത്തപ്പഴത്തിന് പ്രത്യേകിച്ച് മഹത്വവും പ്രത്യേകതയൊന്നുമില്ല എന്നിട്ട് ആ ഹദീസിനെ കളിയാക്കി പ്രസംഗിച്ചു. അതുപോലെ തന്നെ കുറുകി മന്ത്രിക്കും ചെവിയിൽ വന്നിട്ട് ജ്യോത്സ്യന്റെയും മാരണക്കാരന്റെയും ചെവിയിൽ പിശാചുകൾ കുറുകി മന്ത്രിച്ച് ആകാശത്ത് നിന്ന് കട്ടുകേട്ട വാർത്തകൾ മലക്കുകളിൽ നിന്ന് ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളെ നിരാകരിച്ചു. എത്ര എണ്ണമാണ് ഇത്! ചെറുതൊന്നല്ല. മാത്രമല്ല റസൂലുള്ളാഹിന്റെ ഇസ്രായി യാത്ര കിനാവ് കണ്ടതാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ മുഅ്ജിസത്തുകളെ, പ്രവാചകന്റെ ഇസ്രാ മിഅ്റാജുകളെ അടക്കം നിരാകരിച്ചുകൊണ്ടാണ് കേരളക്കരയിൽ 10 കൊല്ലം 2002 പിളർന്നവർ പ്രവർത്തിച്ചത്. അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ കടപ്പുറത്ത് വിളിച്ചുകൂട്ടിയിട്ട് പറയണം ഞങ്ങളൊക്കെ ഒന്നാണ്, നിങ്ങൾ അമ്പിയാക്കളെ നിരാകരിച്ചോളൂ, കുഴപ്പമില്ല, നിങ്ങൾ അല്ലാഹു ഹലാലാണെന്ന് പഠിപ്പിച്ചത് ഹറാമാണെന്ന് പറഞ്ഞോളൂ, ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു എന്നാണ്. അതെന്നെ റുബൂബിയ്യത്തിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന്റെ ദീനിൽ മായം കലർത്തിയവർക്ക് ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ദീനിൽ മായം ചെറുക്കലും പടച്ച റബ്ബിന് പുറമെ റബ്ബായി സ്വയം അവരോധിക്കലുമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത്രയേറെ ആയിരക്കണക്കിന് ഹദീസുകളെ നിരാകരിച്ചവരെ മുഴുവൻ ഐക്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ മിമ്പർ കൊടുത്തിട്ട് അവരൊക്കെ കൊണ്ടൊക്കെ ജനങ്ങൾക്കിടയിൽ ഈ ഹദീസ് നിഷേധമടക്കം പ്രസംഗിക്കുന്നവരുടെ കൂട്ടായ്മയുടെ സത്യസന്ധതയും മാസ്വാദിഖീൻ എന്ന് പറയുന്ന സത്യസന്ധത എവിടെയുള്ളത്? ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഉസ്താദുമാരെ കാര്യം ആലോചിക്കുകയാണ്. ഈ പച്ചക്ക് ശിർക്ക് ആരോപിക്കുന്ന, ഈ ഹദീസ് നിഷേധ പ്രവണതയുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഇത്തരം ഇങ്ങനെയാണോ ദീനിന്റെ നിലപാട്? ഇബാദത്തുബിന് സ്വാമിത്വ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞത് റസൂലുള്ളാഹി നിരോധിച്ചതാണ്. അപ്പൊ അയാൾ പറയാണ് ഇന്നിലാ അറാഫിഹി ബഅസ, ഞാൻ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അയാളോട് ആ സഹാബി പറഞ്ഞ വർത്താനം എന്നറിയാം, ലാ യുളില്ലുക വലി സഖ്ഫു വാഹിദ്, നീയും ഞാനും ഒരു മേൽപ്പുരയിൽ ഒരുമിച്ച് ചേരൂല, ഒരു സ്റ്റേജിൽ ഒരാദർശത്തെ പ്രതിനിധീകരിക്കൂല, ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കൂല. കാരണം അള്ളാന്റെ റസൂല് ഹറാം എന്ന് പറഞ്ഞതിൽ ഞാൻ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല എന്ന് പറയുന്ന ആളാണ്. നമ്മൾ തമ്മിൽ ഒരാദർശത്തെ പ്രതിനിധീകരിക്കൂല. അതാണ് സ്വഹാബത്തിന്റെ നിലപാട്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മുഗഫർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോവാണ്. അപ്പൊ ചെറുപ്പക്കാരുടെ പതിപ്പ് കളി കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് കല്ലിങ്ങനെ തൊടുത്തു വിട്ടിട്ടുള്ള ഒരു കളിയാണ്. അത് കണ്ടപ്പോ ആ സഹാബി പറഞ്ഞു, നഹാ റസൂലുള്ളാഹി അനിൽ ഖദ്ഫ്, ഇത് റസൂലുള്ളാഹി വിരോധിച്ച കളിയാണ്, ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് വന്നപ്പോഴും അയാൾ ആ കളി തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ റസൂല് ചെയ്യരുത് എന്ന് പറഞ്ഞത് ഞാൻ ചെയ്യരുത് എന്ന് നിന്നെ അറിയിച്ചിട്ടും നീ അത് ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിനെ തള്ളിക്കളഞ്ഞവനാണ് നീ. വല്ലാഹി ലാ ഉകല്ലിമുക അബദ, മരണം വരെ ഞാൻ നീയും തമ്മിൽ സംസാരിക്കൂലെന്ന്. ഈ ഹദീസിന്റെ ശറഹിൽ ഇമാം നവവി പറയുന്നുണ്ട്, ഭൗതിക വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും തമ്മിൽ തെറ്റിയാൽ 3 ദിവസത്തിനപ്പുറം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അള്ളാന്റെ റസൂലിന്റെ ഹദീസ് നിരാകരിക്കുന്നവരോട് ജീവിതകാലം മുഴുവൻ അകലം പാലിക്കേണ്ടി വന്നാലും അത് ദീനാണെന്നാണ്. എന്നിട്ടാണ് അവരൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്, എന്നിട്ടാണ് നമ്മളൊക്കെ ഐക്യപ്പെട്ടു എന്ന് പറയുന്നത്, എന്നിട്ടാണ് അവർക്ക് മിമ്പറും എടുക്കുന്നത്. ഇത് സ്വഹാബത്തിന്റെ നിലപാടല്ല, ഇത് ദീനിന്റെ നിലപാടല്ല. നിങ്ങൾ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിട്ടുണ്ടോ? ഞാൻ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിഫാഖ് എന്ന് പറഞ്ഞാൽ 2 വിധാണ്. ഒന്ന് നിഫാഖ് അമലി, മറ്റൊന്ന് നിഫാഖ് ഇഅ്തിഖാദി. വിശ്വാസ കാപട്യവും കർമ്മ കാപട്യവും. വിശ്വാസ രംഗത്ത് കാപട്യം ഉണ്ടായാൽ യഖ്റുജു അനിൽ മില്ല, അയാൾ ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ്, പുറത്താണ്. അയാൾ ഇന്നൽ മുനാഫിഖീന ഫി ദറകിൽ അസ്ഫലി മിനൻ നാർ, നിങ്ങൾ കേട്ടില്ല? നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ എന്ന് പറഞ്ഞ മുനാഫിഖുകൾ അതാണ്. നമ്മളെ വിചാരം മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ മുൻപേ വർത്തമാനം പറഞ്ഞ നുണ പറയുന്ന, വിശ്വസിച്ച വഞ്ചിക്കുന്ന, കരാർ പറഞ്ഞാൽ ലംഘിക്കുന്നവനാണ്. അത് ലക്ഷണ. നിഫാഖ് എന്ന് പറഞ്ഞാൽ അതല്ല. നിഫാഖ് എന്ന് പറഞ്ഞാൽ നിഫാഖ് ഇഅ്തിഖാദി, വിശ്വാസ രംഗത്ത് കാപ്പറ്റുണ്ട്. മറ്റൊന്ന് കർമ്മരംഗത്താണ്. ആ കർമ്മരംഗത്തെ കാപ്പറ്റ് കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് ഔട്ടാവുന്നില്ല, പക്ഷെ അയാളുടെ കർമ്മം പഠിത്തം സ്വീകരിക്കില്ല. അതിന് തെളിവ് പറഞ്ഞാണ് ഖുർആൻ, വൈദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസലാ, നിസ്കരിക്കാൻ വന്ന അലസന്മാരായി വന്ന് നിസ്കരിച്ചു പോകുന്നു. അതുകൊണ്ട് അവന്റെ ആ നിസ്കാരം കിട്ടൂല, പക്ഷെ ഇസ്ലാമിൽ നിന്നൊന്നും പുറത്തൂല. പക്ഷേ മുനാഫിക്ക് ഇഅ്തിഖാദി സംഭവിച്ച ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ്. അതാരാ നിങ്ങൾക്കറിയാം? ഒന്ന് തക്ദീബുർ റസൂൽ, അള്ളാന്റെ റസൂലിനെ കളവാക്കൽ. നബിയാണെന്ന് അംഗീകരിക്കാതെ, റസൂലാണെന്ന് അംഗീകരിക്കാതെ, ആ പ്രവാചകന്റെ നുബുവത്തിനെ അംഗീകരിക്കാതിരുന്നാൽ ആ വ്യക്തി മുനാഫിഖ് ഇഅ്തിഖാദിയാണ്. 2 തക്ദീബു ബഅദി മാ ജാഅ ബിഹിർ റസൂൽ, റസൂലുള്ള കൊണ്ടുവന്ന ചിലതിനെ കളവാക്കിയാൽ മതി, എല്ലാം കളവാക്കണമെന്നില്ല. എന്റെ റസൂല് പഠിപ്പിച്ചു തന്ന എല്ലാം ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ജയിക്കുന്ന കക്ഷി, വിജയിക്കുന്ന കക്ഷി.
നിങ്ങൾക്കറിയോ ഫിർഖത്തുൻ നാജിയ ത്വായിഫത്തുൻ മൻസൂറ എന്നാണ്. ആരാ ഈ ഫിർഖത്തുൻ നാജിയ? ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് പറഞ്ഞു അഹ്ലുൽ ഹദീസ്, ഹദീസിനെ മുറുകെ പിടിക്കുന്നവരാണ് വിജയിക്കുന്ന കക്ഷീണം. ത്വായിഫത്തുൻ മൻസൂറ, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് പറയാം ഹും ഇൻദി അഹ്ലുൽ ഹദീസ്, ഹദീസിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നവരാണ് വിജയിക്കുന്ന കക്ഷി, അവർക്കേ സ്വർഗം കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ 72 നരകത്തുക്കളിൽ നിന്ന് ഒന്ന് മാറിയില്ലേ, ആ ഒന്ന് മാറി അവർ ഹദീസിനെ അംഗീകരിക്കുന്നവരാണെന്ന്. ഈ ഹദീസിനെയാണ് ആയിരക്കണക്കിന് ഹദീസിനെ നിരാകരിച്ച് നിഷേധിച്ചിട്ടുള്ളത്. അവരാണ് ഇന്ന് ഈ മിമ്പറുകൾ കൈകാര്യം ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ തക്ദീബ് ബഅദി മാ ജാഅ റസൂൽ, റസൂലുള്ള കൊണ്ടുവന്ന ചിലതിനെ കളവാക്കിയാൽ മതി. മുനാഫിക്കാണ് അയാൾ, വെറും മുനാഫിക്കല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണം. മറ്റൊന്ന് ബുഗ്ദുർ റസൂൽ, റസൂലുള്ളാഹിനോട് വ്യക്തിപരമായി വെറുപ്പ്. ഇവിടെ നിൽക്കുന്ന മനുഷ്യന്മാർക്ക് തമ്മിൽ വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് പാടില്ലാത്തതാണ്. പക്ഷെ അത് റസൂലുള്ളാഹിനോടാണെങ്കിൽ നിഫാഖ് ഇഅ്തിഖാദിയാണ്. പ്രവാചകനോട് വ്യക്തിപരമായി ദേഷ്യം ഉണ്ടെങ്കിൽ നിഫാഖ് ഇഅ്തിഖാദി, ഇസ്ലാമിൽ നിന്ന് വിട്ടാണ്. അതേപോലെ തന്നെ ബുഗ്ദു ബഅദി മാ ജാഅ റസൂൽ, റസൂലുള്ള കൊണ്ടുവന്ന ചിലതിനോടൊരു വെറുപ്പ്, അത് ഞാൻ അംഗീകരിക്കൂല, ഇത് ബുദ്ധിക്ക് യോജിക്കൂല, ഇത് യുക്തിക്ക് നിരക്കൂല, ഇത് അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കും, ഇത് ഖുർആനെതിരാണ്, ഇത് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റൂല. ഇങ്ങനത്തെ കുറെ ബുദ്ധിജീവികളുണ്ട്, മന്ദബുദ്ധിജീവികൾ. അതുകൊണ്ടാണ് വെച്ചാൽ ഇത് ദീനിന് പരിക്കേൽക്കണോണ്ടാണ് എനിക്ക് ധാർമ്മിക രോഷം പറയും. എത്ര സാധാരണക്കാരായ മനുഷ്യന്മാരുടെ അഖീദനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം. അള്ളാന്റെ റസൂലിന്റെ ഒരു ഹദീസിനോട് ഒരുത്തന് വിമുഖതയോ വെറുപ്പോ തോന്നിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എന്നിട്ട് ഇസ്ലാഹി പ്രബോധനത്തിന്റെ പേരിൽ സ്റ്റേജിൽ എത്തിയിട്ട് ഈ പണിയാണ് എടുക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹീഹായ ഒരൊറ്റ ഹദീസ് പോലും നിരാകരിച്ചിട്ടില്ല. അതിന്റെ ഭാണ്ഡം പേറേണ്ടി വരാത്ത ഒരൊറ്റ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാണ് ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത്. നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ കൂട്ടായ്മക്ക് പറയാൻ പറ്റും, നമ്മുടെ പണ്ഡിത സഭക്ക് പറയാൻ പറ്റും, മുത്തു റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരൊറ്റ സ്വഹീഹായ ഹദീസും ഞങ്ങൾ നിരാകരിച്ചിട്ടില്ല എന്ന് തന്റെ ഇടത്തോടുകൂടി പറയാൻ പറ്റും. മറ്റു പറ്റോ? അഴിമിയ സമ്മേളനത്തിൽ പുറത്തിറക്കിയ സോമനീറിലെന്താ എഴുതിയത്? സന്ധിയായാൽ ജിന്നുകളുടെ വരവായി എന്നൊരു മൗലവി തട്ടിവിട്ടു. അത് ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ ഹദീസ് തട്ടിയാത്തതാണ് മതവിധി. ഇമാം ബർബഹാനി പറയുന്നു മൻ റദ്ദ ഹദീസൻ വാഹിദൻ, ഒരൊറ്റ ഹദീസ് തട്ടിയാൽ മതി, ഫഖദ് റദ്ദൽ അസ്റ കുല്ല ഫഹുവ കാഫിറുൻ ബില്ലാഹ്. ഇസ്ലാമിന്റെ ന്യായ പ്രമാണങ്ങൾ മുഴുവൻ തട്ടിയവനും അള്ളാഹുവിൽ അവിശ്വസിച്ചവനുമായിരിക്കുന്നവെന്ന് ഇമാം ബർബഹാനി പറഞ്ഞു. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറയുന്നത് മൻ അബ്ഗള ശൈഅൻ മിമ്മാ അതാ ബിഹി റസൂൽ, റസൂലുള്ളാഹി കൊണ്ടുവന്ന ഏതെങ്കിലും ഒന്നിനോട് ഒരുതരം നീരസം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഫഹുവ കാഫിറുൻ, അവൻ കുഫറാണ് പ്രവർത്തിച്ചത്, അവന്റെ ഹൃദയത്തിൽ കുഫറുണ്ടെന്ന്. അത്ര ഗൗരവപ്പെട്ടതാണ് വാനലോകത്തിൽ നിന്ന് വന്നു കിട്ടിയ വഹയിനെ നിഷേധിക്കുക എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഈ വരക്കങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ആയിരക്കണക്കിന് ഹദീസുകൾ നിഷേധിച്ചുകൊണ്ട് പ്രസംഗിച്ച് നടന്ന മനുഷ്യന്മാരൊക്കെ ഞങ്ങൾ ഐക്യപ്പെട്ടു എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് മുവഹ്ഹിദുകൾക്ക് നേരെ മുശ്രിക്കാക്കിയിട്ട് ഇപ്പോഴും പുകമറങ്ങനെ സൃഷ്ടിക്കുക തന്നെയാണ്, ഇപ്പോഴും അതിനെ പണി. മറ്റൊന്ന് അൽ മസറത്തു മിൻ ഖിയാബി ദീനിർ റസൂൽ, ഇസ്ലാമിൽ എന്തെങ്കിലും സങ്കടമോ അടിയോ കിട്ടുമ്പോൾ, അപ്പം ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് തല്ലിട്ടുന്നില്ലേ, അപ്പൊ ഉള്ളുകൊണ്ട് സന്ദർശിക്കുന്ന ഒരു മാപ്പിള ഉണ്ടെങ്കിൽ മുനാഫിക്കാണ്. മുസ്ലിം സമുദായം ആദർശപരമായി പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ, അതിങ്ങനെ ജനങ്ങൾക്കിടയിൽ പുകമറ വരുന്ന സന്ദർഭത്തിൽ ഉള്ളോണ്ട് ഉണർത്തുകൊണ്ടുകൊണ്ട് അവരുണ്ടെങ്കിൽ ഒറിജിനൽ മുനാഫിക്കാണ്. അതേപോലെ തന്നെയാണ് ഇസ്ലാം ദീനിനെ സഹായിക്കാനുള്ള വിമുഖത. അവിടെ നമ്മളും പേടിക്കണം. ഞാനും എൻ്റെ കെട്ടിയോളും കുട്ടിയോളും തന്നെ നടക്കല്ല. ദീനിനെ സഹായിക്കാൻ പണമുണ്ട്, ശരീരമുണ്ട്, സമ്പത്തുണ്ട്, സമയമുണ്ട്. എന്നാലും ഇതിന്റെ കാര്യത്തിലൊന്നും ഓടി വരില്ല, സഹകരിക്കൂല. അങ്ങനത്തെ മനസ്സുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു ഓടിച്ചെന്ന് നോക്കിയത്. ആരാണ് ഒറ്റുകാരെന്നല്ല, ഖലീഫ ഉമറിന്റെ പേര് അവരുടെ കൂട്ടത്തിലുണ്ടോന്ന് മുനാഫിക്കുകളുടെ ലിസ്റ്റിൽ. ദീനിനെ സഹായിക്കാൻ വിമുഖത വന്നിട്ട് എവിടെയെങ്കിലും മുനാഫിക്കിന്റെ ലാഞ്ചനം കിട്ടുമെന്ന് പേടിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിഫാഖ് ഇഅ്തിഖാദിയാണ് ഞങ്ങളോട് പറഞ്ഞത്, വിശ്വാസ കാപ്പറ്റും. അതുകൊണ്ട് ഭയപ്പെടണം, ഈ രംഗത്ത് നിലപാട് ശക്തമാവണം, പടച്ച റബ്ബിന്റെ ദീനിനോട് ചേർന്ന് നിൽക്കണം. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ പ്രമാണവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ തലാഹറുന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ, ഒരു തെറ്റായ കാര്യത്തിന് പിൻബലം കൊടുത്തു എന്ന് വിചാരിച്ചോളൂ, ഒരു സപ്പോർട്ട് കൊടുത്തു. അതല്ലെങ്കിൽ ശത്രുത ഉണ്ടാക്കാൻ, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുത്തു. പരിശുദ്ധ ഖുർആൻ അവർക്ക് പറഞ്ഞ ശിക്ഷ എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പരിശുദ്ധ സൂറത്തുൽ ബഖറയിൽ വമൻ യഫ്അൽ ദാലിക മിൻകും, ഇത്തരം പ്രവണത നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല ഖിസിയും ഫിൽ ഹയാത്ത് ദുനിയ, ദുനിയാവിൽ അവർക്ക് അള്ളാഹു നിന്യത കൊടുക്കും. സത്യത്തിനെ സപ്പോർട്ട് ചെയ്യാതെ, സത്യകക്ഷികളെ സപ്പോർട്ട് ചെയ്യാതെ, അസത്യത്തിന് പിൻബലം കൊടുത്ത്
അതിന്റെ ആൾക്കാരായി ആൾക്കൂട്ടം വർദ്ധിപ്പിച്ചെടുത്ത് പോണ മനുഷ്യന്മാർക്ക് ദുനിയാവിൽ നിന്യത പഠിച്ചോ ഒന്നു കൊടുക്കും. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് CD ഇറക്കി ജനഹൃദയങ്ങളിൽ ജീവിച്ച് സത്യസന്ധരായ പ്രബോധകന്മാർ എന്ന് ജനം വിധി എഴുതിയിരുന്നവർ ഇന്ന് ആരും അല്ലാതെ മാറിയത്. ഓരോന്ന് വീട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ വയോമൽ ഖിയാമ യുറദ്ദുന ഇലാ അശദ്ദിൽ അദാബ്, കഠിനമായ ശിക്ഷയിലേക്ക് നാളെ പരലോകത്ത് അല്ലാഹു അവരെ തള്ളിവിടും. ആർക്കാത്? കള്ളുടിച്ചോനും പെണ്ണുടിച്ചോനും അല്ല, തിന്മയെ സപ്പോർട്ട് ചെയ്തവർക്കുള്ള. മറ്റൊന്ന് ഫലാ യുഖഫഫു അൻഹുൽ അദാബ്, അതേപോലെ തന്നെ അല്ലാഹു അവർക്കുള്ള ശിക്ഷയിൽ ഒരു ലഘൂകരണവും വരുത്തൂല. വലഹും യൻസുറൂൻ. ഇപ്പൊ കുറെ ആൾക്കാർ ജയ് ജയ് എന്ന് പറയാൻ ഒപ്പുണ്ടാവും, പക്ഷെ ആഖിറത്തിലെത്തുമ്പോൾ ഒരു വാലാട്ടികളും കൂടെ ഉണ്ടാവില്ല, ഒരു സ്തുതിപാഠകരും ഉണ്ടാവില്ല. ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പാർശ്വവർത്തികളായി തെറ്റ് ചെയ്യാനും ശിർക്ക് ആരോപിക്കാനും നിന്നൊടുത്തോരൊന്നും അതുണ്ടാവില്ല. അതുകൊണ്ട് അത്ര ഗുരുതരമാണ്. ഒരു പിൻബലം കൊടുക്കുന്നതിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്, സപ്പോർട്ട് ചെയ്യണില്ല, പടച്ചോൻ പറഞ്ഞതാ. അതുകൊണ്ട് ഈ ബനു ഇസ്രായേലുകാരുടെ ചരിത്രത്തിൽ നിന്ന് പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. സമൂഹത്തിൽ അധാർമികതകൾ വിതറുന്നവർക്കും അക്രമങ്ങൾ വിതറുന്നവർക്കും അനീതി വിതറുന്നവർക്കും ഒരു നിലക്കും സപ്പോർട്ട് കൊടുക്കാൻ പാടില്ലാത്ത വിധം ആദർശത്തോടും ആദർശ സംഘത്തോടും കൂറും പ്രതിബദ്ധതയും സത്യകക്ഷികളോടുള്ള നമ്മുടെ കൂറും പ്രതിബദ്ധതയും നമ്മുടെ നിലപാടിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നിഴലിച്ചു നിൽക്കുന്നിടത്ത് നമ്മുടെ ദീനുണ്ട്. ആദർശം പോലെ പ്രധാനമാണ് നിലപാട് പോലെ തന്നെ പ്രധാനമാണ് നമ്മളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായ സഹകരണങ്ങളും. അതുകൊണ്ട് പടച്ച റബ്ബ് തിരിച്ചു വിളിക്കും മുമ്പ് അല്ലാഹുവേ ബാത്തിലിന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല, പഠിച്ചാൽ മതി. ഈ വിഷയത്തിൽ സംസാരത്തിൽ നിർത്തരുത്. നിങ്ങൾ ഈ വിഷയത്തെ ഇരുന്ന് പഠിക്കണം, മൻഹജ് സലഫ് പ്രകാരം പഠിക്കണം, സ്വഹാബികളുടെ നിലപാട് പ്രകാരം പഠിക്കണം. പഠിച്ചിട്ട് കരുത്തുറ്റ ഒരു നിലപാടിൽ സത്യത്തിന്റെ കക്ഷികളോടൊപ്പം നമ്മൾ നിൽക്കണം. ഒരു ചാണതിന്ന് വിട്ടുന്നാൽ മതി. ആദർശത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് സംഘത്തിൽ നിന്ന് ആരെങ്കിലും റസൂൽ പറഞ്ഞതാ, മൻ ബഅദ അൻ ജമാഅത്തിൻ മിനൽ മുസ്ലിമീന ഖൈദ ശിബ്ർ, ഒരു ചാണളവ് മുസ്ലിമീങ്ങളുടെ ആദർശ സംഘത്തിൽ നിന്ന് ഒരാൾ വിയോജിച്ച് മാറി നിന്നാൽ ഫഖദ് ഖലഅ റിബ്ഖത്തൽ ഇസ്ലാം മിൻ റഅസിഹി, ഇസ്ലാമുമായുള്ള ബന്ധം ഊറിയെറിഞ്ഞവനാണ് അവൻ. വമൻ ദഅ ദുആഅൽ ജാഹിലിയ, ജാഹിലിയത്തിന്റെ ഭിന്നിപ്പൻ വാദങ്ങളുമായി രംഗപ്രവേശനം ചെയ്താൽ ഫഹുവ മിൻ ജസാ ജഹന്നം, നരകത്തിൽ മുട്ടുകുത്തി വീഴുവൻ. വഇൻ സ്വമ വസല്ല, നിസ്കാരക്കാരനായിട്ടും കാര്യം ഉണ്ടാവില്ല, നോമ്പുകാരനായിട്ടും കാര്യം ഉണ്ടാവില്ല. ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹുസൈമ, ഇബ്രാഹിം നഖഈ, ഇമാം അബൂ ദാവൂദ് അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആദർശ സംഘത്തിൽ നിന്നൊരു ചാണളവ് തെറ്റിമാറി അകന്നുമാറി പിന്നിപ്പോയി വ്യക്തിപരമായ പ്രശ്നം പറഞ്ഞിട്ട് വിട്ടു നിൽക്കാൻ പാടില്ലാത്തതാണ്. അത്രത്തോളം സംഘത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആഹ്വാനങ്ങളുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആദർശം കണ്ണിലുണ്ടി പോലെ കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം നിലപാടും കരുത്തുറ്റതാക്കി മാറ്റി അള്ളാഹിന്റെ ദീനിനെ സഹായിച്ച് ശരീരം കൊണ്ടും സമയം കൊണ്ടും ആ സമ്പത്ത് കൊണ്ടും സഹായിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാ നന്മക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടി ഒന്ന് സ്പഷ്ടീകരിച്ച് പറയുന്നു.